ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ആപ്പിൾ എ ഡേ എന്ന വലിയ സ്ഥാപനത്തെക്കുറിച്ച് അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. അത്രയും വലിയ പബ്ലിസിറ്റി ആയിരുന്നു ആ സ്ഥാപനത്തിനുണ്ടായിരുന്നത്. വെച്ചടി കയറ്റമായിരുന്നു. 20ഓളം വലിയ ബിസിനസ് പ്രോജക്റ്റുകളാണ്, ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് അവർ നിർമ്മിച്ചത്. ഇതിനിടയിലാണ് അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണം ഉയർന്നത്. അതായത് ആ സ്ഥാപനത്തിന്റെ ഉടമ രാജീവ് കുമാർ ചെറുവാര, അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നു. 1000ഓളം പരാതികൾ വന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. കയ്യാമം വെച്ച് എറണാകുളം MG റോഡിലൂടെ നടത്തിച്ചു. അദ്ദേഹം 127 ദിവസങ്ങൾ ജയിലിൽ കിടന്നു. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരം, അദ്ദേഹം ആ പ്രശ്നങ്ങളെല്ലാം ഏകദേശം എല്ലാം പരിഹരിച്ച്, ഒരു പരിധിവരെ പരിഹരിച്ച് വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അദ്ദേഹം വലിയൊരു പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ രാജീവ് കുമാർ ചെറുവാരയാണ്. നമസ്കാരം. അതായത് താങ്കള് ഒരു 1000ഓളം കേസുകളിൽ പ്രതിയായ ആളാണ്. 2012 താങ്കളെ അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് മുമ്പ് ഇവിടുത്തെ പത്രദൃശ്യ മാധ്യമങ്ങളെല്ലാം തന്നെ താങ്കളെ വലിയ കൊട്ടിഘോഷിച്ച ഒരു സെലിബ്രിറ്റി ആയിരുന്നെങ്കിൽ പിന്നീട് താങ്കൾ അറസ്റ്റ് ചെയ്ത് കൊടും കുറ്റവാളിയായിട്ടാണ് അറിയപ്പെട്ടത്. ഈ അടുത്ത കാലത്താണ് താങ്കളെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അതായത് സ്റ്റുഡൻസ് വേൾഡ് കപ്പ് എന്നുള്ള പേരിൽ ഇന്ത്യയിലും വിദേശത്തടക്കം വലിയ പേരും പ്രശസ്തി ഉണ്ടാക്കുന്ന ഒരു സംഭവമായി താങ്കൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ താങ്കളെ ബന്ധപ്പെടുകയും താങ്കളെക്കുറിച്ച് കുറേ അഴിമതികളും മറ്റൊക്കെ തട്ടിപ്പൊക്കെ ഉള്ള ഒരാളാണ്, എങ്ങനെയാണ് താങ്കൾ ഈ രംഗത്തെ വരുന്നതെന്ന് അന്വേഷിക്കുകയും ചെയ്തത്. ഈ സന്ദർഭത്തിൽ താങ്കൾ അനുഭവിച്ചിട്ടുള്ള, അതായത് ഈ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നതിന് ആസ്പദമായിട്ട് മുമ്പ് താങ്കൾ വലിയ കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു തട്ടിപ്പ് പേരനാണ്. പിന്നെ എങ്ങനെ താങ്കൾ അതൊന്നൊക്കെ രക്ഷപ്പെട്ടു ഇവിടെ എത്തി? ആക്ച്വലി ടു വെരി ഓണസ്റ്റ്, സാറിനെ വിളിക്കുന്നത് എന്നെക്കുറിച്ച് ഒരു മോശപ്പെട്ട ഒരു ന്യൂസ് ആരോ സാറിനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായും എന്നെ വിളിക്കുന്നത്. ഞാനൊരു ഇപ്പോഴും തട്ടിപ്പുകാരനാണ്, 16,000 കോടികൾ തട്ടാൻ പോകുന്നു ഇനിയും എന്നുള്ള എന്നെക്കുറിച്ചുള്ളൊരു മോശം ഒരു ഇൻഫർമേഷൻ്റെ ബേസിലാണ് സാർ ആദ്യം എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ 5 മിനിറ്റ് സാറിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അതിനുശേഷം സാറിൻ്റെ സുഹൃത്തിനോട് എന്നെ കാണാൻ പറഞ്ഞു. ഞാൻ എൻ്റെ റെക്കോർഡുകൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്തപ്പോൾ വിതിൻ എ ഫ്രാക്ഷൻ ഓഫ് ഹാഫ് ആൻ അവർ സാറ് പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചാൽ, അപ്പുറത്തെ സ്റ്റുഡിയോ ആണ്, നിങ്ങളുടെ സ്റ്റോറി ജനങ്ങൾ അറിയണം, നമുക്ക് എയർ ചെയ്യാം എന്നാണ് സാറ് പറഞ്ഞത്. ഒരുപക്ഷെ സാറിൻ്റെ 10-40 വർഷത്തെ മീഡിയ എക്സ്പീരിയൻസിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് സാർ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു. അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്നത് കൊടും കുറ്റവാളികളായിട്ടും തട്ടിപ്പുകാരായിട്ടും ഒക്കെയാണ്. പക്ഷെ ഞാൻ ഒരാളെ കുറിച്ചിട്ടും പഠിക്കാതെ ഒന്നും പറയാറില്ല. അല്ല, എനിക്ക് കണ്ട് സംസാരിച്ചപ്പോൾ തന്നെ എൻ്റെ ജെനുവിനിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് സാറ് വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അപ്പുറത്തുള്ള സ്റ്റുഡിയോ ആണ്, നിങ്ങളുടെ യഥാർത്ഥ സ്റ്റോറികൾ ജനങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, 10-14 വർഷങ്ങൾക്ക് മുമ്പ് സാർ യൂസ് ചെയ്ത പോലെ ഐ വാസ് എ സെലിബ്രിറ്റി ബിസിനസ് മാൻ. കാരണം വെച്ചാൽ ഏകദേശം ഒരു 10-16 കോടിയോളം മീഡിയയിൽ ആപ്പിൾ എ ഡേ എന്ന ബ്രാൻഡിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 20ഓളം പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് 1000 ലേബേഴ്സ് സൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 150ഓളം സ്റ്റാഫ് എൻ്റെ കോർപ്പറേറ്റ് ഓഫീസിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റാറ്റസിൽ നിന്നാണ് ഒരു ക്രാഷ് ലാൻഡ് 2011 ബേസിക്കലി ഒരു റിസഷൻ്റെ ഭാഗമായിട്ട് ഡിലേ ഇൻ എക്സിക്യൂഷൻ, അതായത് പറഞ്ഞ സമയത്ത് പണി പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ 1000 പരാതികൾ. അപ്പോൾ 1000 കേസുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരാൾ പേടിച്ചു പോകും. ഇത് 1000 കേസുകൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് പണി പൂർത്തീകരിച്ചിട്ടില്ല. 127 FIR ആണ് 185. ഇതെല്ലാം പറഞ്ഞ സമയത്ത് പണി പൂർത്തീകരിച്ചിട്ടില്ല എന്ന് മാത്രമാണ്. പക്ഷേ എൻ്റെ എല്ലാ പദ്ധതികൾക്കും ഭൂമിയുണ്ട്, സാങ്ഷനുണ്ട്. ഒന്നുകിൽ സ്ട്രക്ചർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ 99% കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ 100% കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രോബ്ലം അനൗൺസ് ചെയ്ത് മീഡിയയിലൊക്കെ വരുന്ന സമയത്ത് ഏകദേശം 9ഓളം പ്രോജക്റ്റുകൾ ഹാൻഡ് ഓവർ ചെയ്ത് ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു മീഡിയ ഹൈപ്പിൽ നമ്മൾ ഈ ചിട്ടി കമ്പനികളൊക്കെ പൊട്ടുന്ന പോലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡ്, ഒരു കമ്പനി, കുറേ ന്യൂസുകൾ വരുമ്പോൾ ഒബ്വിയസ് ആയിട്ട് കസ്റ്റമേഴ്സും പാനിക് ആവും, പിന്നെ കുറേ ആൾക്കാർ ആഘോഷിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് അല്ല. ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടംപോലെ ബിയോണ്ട് ഇമാജിനേഷൻ, ബിക്കോസ് നമുക്കൊരു അക്കാഡമി ഉണ്ടായിരുന്നു, നമുക്ക് ഹെൽത്ത് ക്ലബ് ഉണ്ടായിരുന്നു, നമുക്ക്
സൗത്ത് ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ പ്രൊജക്റ്റായ ന്യൂ കൊച്ചിൻ അനൗൺസ് ചെയ്ത സമയത്താണ് ഇതിങ്ങനെ നടക്കുന്നത്. അത് ഇത്രയും കേസുകളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പലവരും പറഞ്ഞത് യു ഹാവ് ഓൺലി 2 ഓപ്ഷൻസ്, ഐദർ യു റൺ അവേ ഫ്രം ദ വേൾഡ് ഓർ യു റൺ അവേ ഫ്രം ദ കൺട്രി. ഒന്നുകിൽ നാട് വിടുക അല്ലെങ്കിൽ ഭൂമി വിടുക. ഈ 2 ഓപ്ഷനാണ് പല ആൾക്കാരും സജസ്റ്റ് ചെയ്തത്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് പാപ്പർ സൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ അസറ്റൊക്കെ ആയിട്ട് യു ക്യാൻ ഹാവ് എ പീസ്ഫുൾ ലൈഫ്. ഇപ്പോൾ ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്ന ഒരു തിയറി എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ, ദർ ആർ 2 തിങ്സ് വിച്ച് യു കോൺ ഹൈഡ് ഇൻ യുവർ ലൈഫ്. 2 കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒളിപ്പിക്കാൻ പറ്റില്ല. 1, മെറിറ്റ് ഓഫ് എ പേഴ്സൺ ആൻഡ് പ്രഗ്നൻസി ഓഫ്. ഇത് നമുക്കൊരു 6 മാസം കഴിയുമ്പോൾ തന്നെ വിസിബിളാവും, അല്ലെങ്കിൽ 8 മാസം കഴിയുമ്പോൾ വിസിബിളാവും. ഡെഫിനറ്റ്ലി 10 മാസം കഴിഞ്ഞാൽ അത് ഇറ്റ് ഹാസ് ടു ബി വിസിബിൾ ടു ദ വേൾഡ്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു മെറിറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ സപ്രസ് ചെയ്യാൻ നോക്കിയാലും ദ എൻറ്റയർ ഹ്യൂമൻ ബീയിങ് ഇൻ ദ വേൾഡ് നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് വർക്ക് ചെയ്താലും ദ യൂണിവേഴ്സൽ വിൽ വർക്ക് ഫോർ യു ആൻഡ് മെറിറ്റ് പുറത്തേക്ക് വരും. അപ്പോൾ വി ഹാവ് നോട്ട് ഡൺ എനി ക്രൈം. നമ്മൾ ഇൻറ്റൻഷനലി ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ല. ആരും കുറ്റവാളിയെ ജനിക്കുന്നില്ല, സാഹചര്യമാണ് അങ്ങനെ ആവുന്നത് എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ എല്ലാ കേസുകളും 420 ആണ്. 420 മാത്രമാണ് എനിക്ക് തോന്നുന്നത് കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ക്രൈം, പറഞ്ഞു തീർക്കാവുന്ന ഒരു ക്രൈം 420 മാത്രം. എൻ്റെ എല്ലാ കേസുകളും 420 ആണ്. ഈ 420 എന്ന് പറയുമ്പോൾ ഇതിലെല്ലാ കേസുകളും പറഞ്ഞ സമയത്ത് പണി പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഏകദേശം ഒരു 1000ഓളം പ്രൊജക്റ്റുകൾ ഞങ്ങൾ ഈ കോംപ്രമൈസ് സ്കീമിൻ്റെ ഭാഗമായിട്ട്, അതായത് ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷം ചേംബർ ഓഫ് കൊമേഴ്സ് ഇടപെട്ട് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തന്നപ്പോൾ ഞാൻ എൻ്റെ പ്രൊജക്റ്റുകളെല്ലാം അദ്ദേഹത്തിന് ഒരു ആൽബം അദ്ദേഹത്തിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ആക്ച്വൽ ഫോട്ടോ ആണെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് യു എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തു. കസ്റ്റമേഴ്സിൻ്റെ ഒരു 4-5 റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു, പിന്നെ മോഹൻദാസ് സാർ ഉണ്ടായിരുന്നു, PWD എഞ്ചിനീയർ ഉണ്ടായിരുന്നു, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രൊജക്റ്റ് ഇൻസ്പെക്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു, ഒരു പ്രൊജക്റ്റ് ഒഴികെ ബാക്കി എല്ലാ പ്രൊജക്റ്റുകളും റിവൈവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കോംപ്രമൈസ് സ്കീം എന്ന് പറഞ്ഞാൽ 75% ഇൻവെസ്റ്റേഴ്സും 75% ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മുടെ കമ്പനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. എനിക്കന്ന് ഫെഡറൽ ബാങ്കും LICയും 2 ബാങ്ക്സാണ് ഉണ്ടായിരുന്നത്. എനിക്കോട് ഇന്ത്യയിൽ കോംപ്രമൈസ് സ്കീമിന് ഫേവർ ചെയ്തിട്ട് LIC ആ സമയം വോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് കമ്പനി ഇൻ ഇന്ത്യ ഇസ് ആപ്പിൾഡേ പ്രോപ്പർട്ടീസാണ്. ഫെഡറൽ ബാങ്കും വോട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ആ കോംപ്രമൈസ് സ്കീം 99% കസ്റ്റമേഴ്സ് ഒരു റിട്ടയർഡ് ജഡ്ജിൻ്റെ ഫ്രണ്ടിൽ വന്ന് വോട്ട് ചെയ്തിട്ടാണ് കോംപ്രമൈസ് സ്കീം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈ കോംപ്രമൈസ് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ബിഗ് ആപ്പിൾ എന്ന് പറഞ്ഞ പ്രോജക്റ്റ്, ആപ്പിളിൻ്റെ പാലാരവട്ടത്തുള്ള ബിഗ് ആപ്പിൾ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് 224 ഫ്ലാറ്റ്, അതിലെ വീക്കെൻഡ് സ്പേസ് നമ്മളൊരു കോൺട്രാക്ടർക്ക്, ഈസ്റ്റേണിൻ്റെ നന്മ എന്ന് പറഞ്ഞവരാണ് അതിൻ്റെ കോൺട്രാക്ടർ ചെയ്തത്. ആ കോൺട്രാക്ടേഴ്സിന് നമ്മൾ നമ്മുടെ ഫ്ലാറ്റ് വേക്കൻറ്റ് സ്പേസും കിട്ടാനുള്ള റിസീവബിൾസും കൊടുത്തുകൊണ്ട് ആ പ്രോജക്റ്റ് നമ്മൾ തീർത്തു. 224 യൂണിറ്റ്. അതേപോലെ തന്നെ 1 BHK എന്ന് പറഞ്ഞ നെടുമ്പാശ്ശേരിയിലെ 160 ഒരു കോൺട്രാക്ടർക്ക് നമ്മൾ കൊടുത്ത്, സജി എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർക്ക് ഒരു 20 ഫ്ലാറ്റും ഒരു ബിൽഡിംഗ് അതിലുള്ളത് കൊടുത്ത് ബാക്കി കസ്റ്റമേഴ്സിൻ്റെ റിസീവബിൾസ് കളക്ട് ചെയ്തുകൊണ്ട് ആ പ്രോജക്റ്റ് തീർത്തു. അതേപോലെ തന്നെ സ്യൂട്ട് എന്ന് പറഞ്ഞ എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള 200 ഫ്ലാറ്റ് അത് നമ്മൾ തീർത്തു. ഇതുകൂടാതെ കുറേ ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ 99% തീർന്ന ഏകദേശം 1000ഓളം പ്രോജക്റ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്ത് ഇപ്പോൾ ആൾക്കാരിൽ താമസിക്കുന്നുണ്ട്. അത് ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മുടെ ഇൻറ്റൻഷൻ ക്ലിയർ ആണ്, നമ്മുടെ ബോണഫൈഡ് ക്ലിയർ ആണ്. നമുക്കൊരു സാധനം സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിച്ചു നമ്മളൊരു ഫ്രോഡ് മനഃപൂർവ്വം ചെയ്തല്ല എന്നുണ്ടെങ്കിൽ ദ എൻറ്റയർ ജുഡീഷ്യറി സിസ്റ്റം വിൽ സപ്പോർട്ട് യു, ദ എൻറ്റയർ പോലീസ് സിസ്റ്റം വിൽ സപ്പോർട്ട് യു. അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് രാജീവ് കുമാർ ചെറുവാറ എന്ന് പറയുന്ന ആപ്പിളിൻ്റെ ഡയറക്ടറായ ഞാനും എൻ്റെ പാർട്ട്ണർ സാജു കടവിലാനും ആപ്പിളുടെ എന്ന് പറഞ്ഞ ബ്രാൻഡ്. കാരണം ഇത്രയും കേസുകളൊക്കെ വന്നാൽ ആൾക്കാർ ചിന്തിക്കില്ല. അതായത് ഇപ്പോൾ ചെറിയ കേസ് വരുമ്പോൾ തന്നെ നമുക്കറിയാം പലവരും ഇന്ത്യ വിടുന്നു, പലവരും നാട് വിടുന്നു, അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ അതൊന്ന് രക്ഷപ്പെട്ട് വന്നാലും പൈസ തിരിച്ചു കൊടുക്കുന്നത് കാണാറില്ല. അതിൽ വ്യത്യാസമുണ്ട് സാറേ. കാരണം വെച്ചാൽ പൈസ കൊടുക്കുക അല്ലെങ്കിൽ ആ സെറ്റിൽ ചെയ്യുന്നത് കാണാറില്ല. ഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ഈ പ്രോബ്ലംസ് നടക്കുന്നത് ഞങ്ങളുടെ നല്ല ഏജിലാണ്. അപ്പം നല്ല ഏജിലാകുമ്പോൾ നമുക്ക് അത് ഓവർകം ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റും ഒരു കോൺഫിഡൻസും ഉണ്ടാവും. പിന്നെ മാത്രമല്ല പിള്ളേരൊക്കെ യങ് ഏജ് ആയതുകൊണ്ട് ഇന്ന് വരാവുന്ന ഒരു ഡാമേജ് അന്ന് ഒരു പക്ഷേ നമുക്ക് വരില്ല. പിന്നെ നമ്മൾ ഭയങ്കര ചോരത്തിളപ്പുള്ള സമയമാണല്ലോ, അതുകൊണ്ട് നമുക്ക് വി ക്യാൻ കവർ അപ്പ് എന്നുള്ള ഒരു കോൺഫിഡൻസ്. അന്ന് പറയുമ്പോൾ എത്ര വയസ്സായിരുന്നു? എനിക്കന്ന് 38.
ഓ, 38-ലാണ് ഞാൻ 1000 ലേബേഴ്സിനെയും 150 എംപ്ലോയീസിനെയും ഏകദേശം ഒരു 500 കോടിയുടെ പ്രൊജക്ഷനും ഒരു 100 കോടിയുടെ കളക്ഷനും. താങ്കൾ ആരായിരുന്നു നേരത്തെ? ഞാൻ ബേസിക്കലി ഞാനൊരു മാർക്കറ്റിംഗ് ബോണ്ട് പേഴ്സണാണ്. ഞാൻ വീഡിയോകോൺ, കെൽവിനേറ്റർ, വോൾട്ടാസ്, ആൾവിൻ, ഇലക്ട്രോലക്സ് അങ്ങനെയുള്ള പല കമ്പനികളിലും കേരള ലെവലിലും സൗത്ത് ഇന്ത്യൻ ലെവലിലും ജനറൽ മാനേജർ ലെവലിൽ വരെ ഞാൻ വർക്ക് ചെയ്ത് ഞാൻ ഒരു 28 വയസ്സിൽ തന്നെ ഞാൻ ഏകദേശം ഒരു 18ഓളം രാജ്യങ്ങൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ള മേജർ ഡീലേഴ്സുമായിട്ട് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്, ബാങ്കോക്ക്, പട്ടയ, ചൈന. ചൈനയിലൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് വളരെ നെഗ്ലിജിബിൾ ആൾക്കാരെ പോയിട്ടുള്ളൂ. സോ ഞാനൊരു ബേസിക്കലി ഒരു മാർക്കറ്റിംഗ് സെയിൽസ് പേഴ്സൺ ആണ്. താങ്കളുടെ പഠനം എങ്ങനെയായിരുന്നു? ഞാൻ സേക്രഡ് കോളേജിലാണ്, തേവരയിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ മാർക്കറ്റിംഗ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ പല കോഴ്സുകളും ചെയ്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് ഞാൻ IIMA ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കോഴ്സ് ചെയ്തു. പിന്നെ ഞാൻ ആപ്പിലുള്ള സമയത്ത് ഞാൻ കൺസ്യൂമർ ബിഹേവിയറിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഒരു കസ്റ്റമർ വാങ്ങുമ്പോൾ ഒരു 25ഓളം ഫാക്ടേഴ്സ് അത് ഇൻവോൾവ് ആണ്. അത് യു ടേക്ക് എനി പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ ഒരു ഫ്ലാറ്റ് തൊട്ട് മിനറൽ വാട്ടർ തൊട്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ ഒരു കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ഒരു റിസർച്ച് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഐ എം എ മാർക്കറ്റിംഗ് പേഴ്സൺ. ഞാൻ റീസെൻ്റ്ലി ഞാനൊരു ബുക്ക് പബ്ലിഷ് ചെയ്തു, മാർക്കറ്റിംഗ് പുഷ് ദ കസ്റ്റമേഴ്സ് ടു പുൾ ദ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് ജയിൽ ഇരുന്നിട്ടാണോ അല്ല പുറത്ത് വന്നിട്ടാണോ എഴുതി? ബുക്ക് എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷെ നമ്മൾ ആപ്പിൾ വളരെ ബിസിയുള്ള സമയമായപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു 127 ദിവസത്തിൽ. ഞാൻ അവിടെ ജയിൽ വാർഡനോട് പെർമിഷൻ ചോദിച്ചിട്ട് ഈ ബുക്കിന് വേണ്ട കണ്ടന്റ് എല്ലാം അവിടെ വെച്ചാണ് ഞാൻ എഴുതി തീർത്തത്. മാർക്കറ്റിംഗ് പുഷ് ദ കസ്റ്റമേഴ്സ് ടു പുൾ ദ ബ്രാൻഡ്. യെസ് എന്നാണ് രാജീവ് കുമാർ എന്ന പേരിൽ എഴുതിയിരിക്കുന്നത്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ജയിലിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള സൗഭാഗ്യം ഉണ്ടായി. എന്താ വെച്ചാൽ ഫ്രീ ടൈം കിട്ടുന്നതുകൊണ്ട്. കാരണം നമുക്കൊരു ആപ്പിളുടെ പ്രോപ്പർട്ടി ഇത്രയുള്ളപ്പോൾ കാലത്ത് ഞാൻ 8 മണിക്ക് ഓഫീസിലേക്ക് ഇറങ്ങും. എൻ്റെ ഡെയിലി റുട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 9 അമ്പലങ്ങളിൽ പോകും. എന്നിട്ടൊരു 9:15 ആകുമ്പോൾ ഓഫീസിൽ വരും. ഒരു 7:30-8 മണിയാകുമ്പോൾ വീട്ടിലേക്ക് ഇറങ്ങും. ഇതായിരുന്നു റുട്ടീൻ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആശയങ്ങളുണ്ടെങ്കിലും ഫ്രീ ടൈമില്ല. കസ്റ്റമേഴ്സിനൊക്കെ 90% ഞാൻ തന്നെയായിരുന്നു ഡയറക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മളൊരു 4 മതിലിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫ്രീ ടൈം കുറേ ഉണ്ട്. സോ നമ്മൾ നെഗറ്റീവ് തോട്ട് പ്രോസസ്സിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്, നെഗറ്റീവ് കൂട്ടുകെട്ടിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു വിൽ പുട്ട് ഓൾ ദോസ് ഇങ്ങനെ പേപ്പർ എന്നുകൊണ്ട് എഴുതി കംപ്ലീറ്റ് ചെയ്തു. പുറത്തു കൊണ്ട് ഫൈൻ ട്യൂൺ ചെയ്തു. താങ്കൾ നേരത്തെ മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്തു. അതിന് ശേഷം ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയാണല്ലോ ഫ്ലാറ്റുകൾ. അതെ, ആ മേഖലയിലേക്ക് കടക്കാനുള്ള കാരണം? ഞാൻ ആദ്യം ഞങ്ങൾ ആപ്പിൾ ഹെൽത്ത് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഹെൽത്ത് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അത് MG റോഡിൽ ഇപ്പോഴത്തെ ഡ്യൂ ഡ്രോപ്സിൻ്റെ മുകളിൽ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും ഫസ്റ്റ്, ഇപ്പോൾ യു ക്യാൻ സി മൾട്ടിപ്പിൾ ഹെൽത്ത് ക്ലബ്സ്. അന്ന് ഒരു നാഷണൽ ബ്രാൻഡ് തന്നെ ഓക്സിജൻ എന്ന് പറയുന്ന ബ്രാൻഡ് എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂർ, തൽവാക്കേഴ്സ് അങ്ങനത്തെ ബ്രാൻഡ്സൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് കേരളത്തിൽ ഏറ്റവും പോഷനായിട്ടുള്ള ഒരു ഹെൽത്ത് ക്ലബ്ബ് കൊണ്ടുവരുന്നത് ഞാനാണ്. അപ്പോൾ അന്ന് എനിക്ക് ഏകദേശം ഒരു 40,000 റുപ്പീസ് സാലറി ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് 2000-ലാണ്. 40,000 റുപ്പീസ് എനിക്ക് സാലറി ഉണ്ടായിരുന്നു. എൻ്റെ പാർട്ട്ണർക്ക് ഒരു അറൗണ്ട് 60,000 റെൻ്റ് ഉണ്ടായിരുന്നു. വെരി കംഫർട്ടബിൾ ലൈഫായിരുന്നു. പക്ഷേ ഇത് തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ 40,000-ഉം സാജുവിൻ്റെ 60,000-ഉം കടമെടുത്തിട്ടാണ് ഇത് നടന്നുകൊണ്ട്. വെച്ചാൽ റെൻ്റൊക്കെ ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. MG റോഡിൽ ഒരു 6,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് റെൻറ്റ്. അപ്പം അങ്ങനെ നമ്മൾ സ്വന്തം റെൻറ്റ് കുറയ്ക്കാൻ വേണ്ടി ഉള്ളൊരു ഐഡിയയിൽ നമ്മൾ ബൈപ്പാസ് അന്ന് ഇത്രയും ഡെവലപ്ഡ് അല്ല. അങ്ങനെയാണ് ബൈപ്പാസിൽ ഞങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസ് ബിൽഡിംഗ് നമ്മൾ വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു ബാങ്കിൽ NP ആണ്. അപ്പോൾ അന്ന് NP എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ നോൺ പെർഫോമിങ് അസറ്റാണ്. അപ്പോൾ സാജു പറഞ്ഞു നമുക്കൊരു കാര്യം, നമുക്കിത് വാങ്ങിച്ചാലെന്ന് വെച്ചു. അപ്പോൾ നമ്മൾക്ക് ഡെയിലി റുട്ടീൻ തന്നെ കാശില്ലാത്ത സമയമാണ്. അങ്ങനെ നമ്മൾ പോയി അദ്ദേഹമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു എമൗണ്ടിലെത്തി. നമ്മൾ ബാങ്കിൽ പോയി ഒരു 1 ടൈം സെറ്റിൽമെൻറ്റ് സംസാരിച്ചു. ആ പ്രൊജക്റ്റ് അത് വിറ്റ് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ആദ്യത്തെ ഒരു പ്രൊജക്റ്റാണ് ഹിൽ പാലസിലെ ലാൻഡ്. അങ്ങനെ ഞങ്ങൾ ഹിൽ പാലസ് ഫേസ് 1 എന്ന് പറയുന്ന പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തു. അതിലെ എല്ലാ ഫ്ലാറ്റുകളും വിറ്റത് ഞാൻ തന്നെ. അന്ന് നമ്മുടെ ഓഫീസ് എന്ന് പറയുന്ന ഒരു കോളേജ് വണ്ടിയായിരുന്നു. ആ കോളേജിൽ കസ്റ്റമർ വന്നാൽ അപ്പോൾ അങ്ങനെ ഒരു കസ്റ്റമർ ഒരു ദിവസം ചോദിച്ചു നിങ്ങളുടെ ഓഫീസ് എവിടെയാണ് ചോദിച്ചു. ഞാൻ സാറേ അടുത്ത് വരാമെന്ന്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങളൊരു ബിൽഡറല്ലേ, നിങ്ങൾക്ക് ഓഫീസിൽ ചോദിച്ചു. അങ്ങനെയാണ് നമ്മൾ ആദ്യം ഓഫീസ് തുടങ്ങുന്നത്. ഹിൽ പാലസ് എനിക്കൊരു 45 ദിവസം കൊണ്ട് 55 ഫ്ലാറ്റ് വെക്കാൻ പറ്റി. പിന്നെ നമുക്ക് പ്രൊജക്റ്റുകൾ വരാൻ തുടങ്ങി. അതൊരു പീക്ക് സമയമായിരുന്നു. അങ്ങനെ നമ്മളതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇപ്പോൾ സാജു ആണെങ്കിൽ കൺസ്ട്രക്ഷനിൽ എക്സ്പേർട്ടാണ്.
അപ്പോൾ അദ്ദേഹം കൺസ്ട്രക്ഷൻ ചെയ്യാം, ഞാൻ സെയിൽസും മാർക്കറ്റിംഗ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ആലുവയിൽ തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ സ്റ്റുഡിയോ ഫ്ലാറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനാണ്. 1 BHK ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങളാണ്. ഹോളിഡേ പീരീഡ്, അതായത് പണി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം ആദ്യ ഗഡു കൊടുത്താൽ മതിയെന്ന് ഇപ്പോൾ ആൾക്കാർ പറയുന്ന ഹോളിഡേ പീരീഡ് ബാങ്കുകൾക്ക് ഉണ്ടായിരുന്നു. അത് പോപ്പുലറൈസ് ചെയ്യുന്നത് ഞാനാണ്. ഫ്ലാറ്റിൻ്റെ ഒപ്പം കാറ് ഫ്രീ കൊടുത്തുകൊണ്ട് 4 പ്രൊജക്റ്റുകൾ ഉച്ചയാകുമ്പോഴേക്കും ക്യൂ നിന്ന ആൾക്കാർ ഫ്ലാറ്റ് വാങ്ങിച്ച് വിറ്റിട്ടുണ്ട്. ദുബായിൽ 8 എമിറേറ്റ്സിലും അലൈൻ, റാസൽ ഖൈമ, ബർദുബായ്, ദുബായ്, ഷാർജ എല്ലായിടത്തും നമ്മൾ ഒരേ സമയത്ത് എക്സ്പോ നടത്തി. നമ്മുടെ പ്രൊജക്റ്റുകളുടെ വിൽപ്പനയ്ക്കും ഇതിനൊന്നും പ്രോബ്ലം പറ്റിയിട്ടില്ല. പക്ഷേ ഡിലേ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ റിസഷൻ വന്നു കഴിഞ്ഞപ്പോൾ ദുബായിൽ കുറേ ക്യാൻസലേഷൻസ് വന്നു. അപ്പോൾ നമ്മൾ ഈ ക്യാൻസലേഷൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇൻഫ്ലോയ്ക്ക് ചെറിയൊരു ഷോർട്ടേജ് വന്നു. അതിൻ്റെ ഒപ്പം തന്നെ പണ്ടൊക്കെ ബാങ്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇൻസ്പെക്ഷൻ കഴിയാതെ തന്നെ ഡിസ്പോസ് ചെയ്യും. ഇത് ഇൻസ്പെക്ഷൻ ആക്കുമ്പോൾ ക്യാഷ് ഫ്ലോ ആയപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഡിലേ ചെയ്യുന്നല്ലാതെ ഒരു പ്രൊജക്റ്റിൻ്റെ ലാൻഡിനോ സാങ്ഷനോ ക്വാളിറ്റിക്കോ ആസ് ഓഫ് നോ ദർ ഈസ് നോ കംപ്ലയിൻറ്റ്, ദർ ഈസ് നോ ഇഷ്യൂ. ഡിലേ വന്നു പറയാം. എന്തുകൊണ്ടാണ് ഡിലേ വരാൻ കാരണം? അതായത് നമുക്കൊരു ആവറേജ് ഒരു 4 to 5 crores കളക്ഷൻ നമുക്ക് മാസം വരുമായിരുന്നു. ഈ ദുബായിലെ ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 5-6 കോടി രൂപ നമുക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ കളക്ഷനിലൊരു ഡിപ്പ് വന്നു. 2, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഫയലിംഗ് കഴിഞ്ഞു എന്നൊരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അപ്പോൾ തന്നെ ഡിസ്ബേഴ്സ് ചെയ്യും. ഈ റിസഷൻ വന്ന് ബാങ്കിൻ്റെ NPA കൂടി കഴിഞ്ഞപ്പോൾ ബാങ്കിൻ്റെ നോംസും ടൈറ്റായി. നമുക്ക് ഇന്ന് കിട്ടേണ്ട കാശ് ഒരു 45 മുതൽ 60 ദിവസം ഡിലേ ആയി. അപ്പോൾ ഒരു 10 കോടിയുടെ മിസ് മാച്ച് അത് വന്നു. ക്യാൻസലേഷൻ ഒരു 4-5 കോടി വന്നു. ഒരു 10-15 കോടി വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് 20 പ്രൊജക്റ്റുള്ളപ്പോൾ 99% തീർന്ന പ്രൊജക്റ്റുകളുണ്ടായിരുന്നു. അത് നമ്മൾ തീർത്താൽ മതിയായിരുന്നു. നമ്മൾ പ്രൊറാറ്റ ബേസിൽ എല്ലാ പ്രൊജക്റ്റിലേക്കും ഫണ്ട് അലോക്കേറ്റ് ചെയ്തു. എല്ലാ പ്രൊജക്റ്റും ഒരേപോലെ നീങ്ങി തുടങ്ങി. അത് ഇന്ന് നമ്മൾ റിലൈസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു 50 ലക്ഷം ഉണ്ടെങ്കിൽ തീർക്കാവുന്ന 5 പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതും മേ ബി ഒരു ജനറേറ്റർ വെച്ചാൽ മതി, അല്ലെങ്കിൽ ലിഫ്റ്റ് വെച്ചാൽ മതി, അങ്ങനെ മൈനർ വർക്ക് ഉണ്ടായിരുന്നു. അത് വന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും തീർന്നിട്ടില്ല. അത് പ്രൊപ്പഗാണ്ടയ്ക്ക് ഒരു അവയർനെസ് കൂടുതൽ കിട്ടി. കാരണം വെച്ചാൽ ബട്ട് അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഈ പ്രോബ്ലം നടക്കുന്ന സമയത്ത് 8 മുതൽ 9 മാസം വരെയാണ് എൻ്റെ പ്രൊജക്റ്റുകൾക്ക് ഡിലേ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഒരു ബിൽഡറും 1 വർഷം ഡിലേ ആവാതെ ഒരു പ്രൊജക്റ്റും ചെയ്തിട്ടില്ല. ഇന്ന് ടെക്നോളജി മാറി, സിസ്റ്റം മാറി, ഫണ്ടിങ് മാറി. അപ്പോൾ ഇന്ന് ഓൺ ടൈം ചെയ്യാൻ പറ്റും. പക്ഷേ അന്നത്തെ കാലത്തൊന്നും എല്ലാവരും നമുക്കറിയാലോ, വലിയ വലിയ ബിൽഡേഴ്സൊക്കെ മറ്റേ നൈ മുംബൈയിലൊക്കെ അനൗൺസ് ചെയ്തിട്ട് 9 years 10 years ഡിലേ കേസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നമ്മളെ ജസ്റ്റിഫൈയോ കറക്റ്റ് ചെയ്യല്ല. ഡിലേ ഒരു ദിവസമാണെങ്കിലും ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്. അതുകൊണ്ടാണ് നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടി, ഹൗസ്, നമ്മുടെ എൻ്റെ പ്രോപ്പർട്ടീസ് കോടതിയിൽ സറണ്ടർ ചെയ്ത്, കാരണം കോടതി മാത്രമാണ് നമുക്ക് വിശ്വസിക്കാവുന്ന സിസ്റ്റമുള്ളൂ. അത് മെറിറ്റ് ബേസിൽ നമുക്ക് ഈ കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പരാതികൾ വന്നല്ലോ, പരാതികൾ 1000-ഓളം പരാതികൾ വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. അപ്പോൾ ഈ ഇത്തരം പരാതികൾ വന്നപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ? ഒരു പരാതിയോ 2 പരാതിയോ ആണെങ്കിൽ നമുക്കൊരു മീഡിയേഷനോ അല്ലെങ്കിൽ ഒരു നെഗോഷിയേഷൻ ഡെസ്കിലോ ചെയ്യാൻ പറ്റും. ഇത് 1000 എന്ന് പറയുമ്പോൾ ഇതൊരു ഗ്രൂപ്പാണ്. അതിന് നമുക്കൊരു ജുഡീഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ നമുക്കൊരു മീഡിയേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമാണ്. അപ്പോൾ ഇത് എന്നെ അഡ്വൈസ് ചെയ്തത് കൃഷ്ണയ്യർ സാറാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് കൃഷ്ണയ്യർ അല്ലല്ല, നമ്മുടെ ഓഡിറ്റർ കൃഷ്ണയ്യർ സാർ, നമ്മുടെ ധനക്കൂറൊക്കെ എഴുതുന്ന കൃഷ്ണയ്യർ സാർ, അദ്ദേഹത്തിൻ്റെ ഓഫീസാണ് എൻ്റെ ബാക്ക് ആൻഡ് സപ്പോർട്ട് മുഴുവൻ. എനിക്കൊരു ഗോഡ് ഫാദർ ഫിഗർ ആയിരുന്നു. എൻ്റെ എല്ലാ പ്രോജക്റ്റുകളും ഇനാഗുറേറ്റ് സമയത്തൊക്കെ വരും. വളരെ അദ്ദേഹം തരുന്ന അഡ്വൈസുകളൊക്കെ, നിങ്ങൾ ഒരിക്കലും ക്യാഷ് വാങ്ങരുത്, 2 ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യരുത്, നിങ്ങൾ ലാൻഡ് വാല്യൂ എത്രയാണോ അതേ വാല്യൂവിന് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ വളരെ എനിക്ക് തോന്നുന്നത് വളരെ നെഗ്ലിജിബിൾ ഓഡിറ്റേഴ്സ് മാത്രമാണ് അഡ്വൈസ് ചെയ്യുള്ളൂ. അദ്ദേഹമാണ് പറഞ്ഞത് യു ഹാവ് ഓൺലി 1 സൊല്യൂഷൻ, കോംപ്രമൈസ് സ്കീം. കാരണം വെച്ചാൽ യു ആർ സറണ്ടറിങ് ദ എൻറ്റയർ പ്രോപ്പർട്ടി ഇഫ് യു ഹാവ് ഡിസൈഡഡ് ടു കം ബാക്ക് അഗെയിൻ. ഓക്കെ, അതിലേക്ക് വരാം. അപ്പം നമ്മളെ ഈ പ്രശ്നം വന്നു, താങ്കൾ പിന്നീട് വലിയ ആരോപണത്തിൻ്റെ വലിയ വാർത്തകൾ വന്നു. അന്ന് ഏഷ്യാനെറ്റും കൈരളി അങ്ങനെ കുറച്ച് ചാനലുകളും അങ്ങനെയുള്ള, അപ്പം എല്ലാ ചാനലുകളും ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് പരിഹരിക്കാൻ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഞാൻ 28,500 ചെക്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഈ പ്രോബ്ലത്തിന് മുമ്പ്. ഒരു ചെക്ക് പോലും ബൗൺസ് ആയിട്ടില്ല. അതായത് 28,500 ചെക്സ് ഞാൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അന്ന് ഓൺലൈൻ ട്രാൻസ്ഫറും ഇതൊന്നും ഇല്ലല്ലോ, പോപ്പുലർ അല്ല. ഒരു ചെക്ക് പോലും ബൗൺസ് ആയിട്ടില്ല. ഒരു നോട്ടീസ് എനിക്ക് വന്നിട്ടില്ല. ഒരു ക്രൈം എനിക്ക് ലൈഫിലുണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരാൾക്ക് ഒരു 1000 കേസുകളും പെറ്റീഷനും വന്ന് നമ്മൾ ജയിലിൽ പോകുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇന്നാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു 10,000 കേസ് വന്നാലും എങ്ങനെ സെറ്റിൽ ചെയ്യാമെന്നുള്ളതിനുള്ളൊരു മെച്യൂരിറ്റി, ഏജും മിഷണറിയും അതിനുള്ള കോണ്ടാക്ട്സുകളും അതിൻ്റെ റൂട്ടുകളും നമുക്ക് ഈ ഒരു 14 വർഷം കൊണ്ട് നമ്മൾ പഠിപ്പിച്ചു. അന്നെന്ന് പറഞ്ഞാൽ ചെയ്യുന്നതെല്ലാം
സക്സസ് ആണ്, നമുക്ക് ഫെയിലിയർ ലൈഫിൽ വന്നിട്ടില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മീഡിയയിൽ തട്ടിപ്പ് എന്ന് വരുമ്പോൾ സൈക്കോളജിക്കലി അതൊരു ഫീൽ ചെയ്ത ആൾക്കത് മനസ്സിലാവുള്ളൂ. കാരണം നമ്മളൊരു ഹീറോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ പോയിട്ട് ഓൾ ഓഫ് എ സഡൻ നിങ്ങളൊരു കള്ളനാണ് അല്ലെങ്കിൽ തട്ടിപ്പുകാരനാണ് എന്ന് പറയുമ്പോൾ, ചെയ്യാത്ത കുറ്റത്തിന് പറയുമ്പോൾ നമ്മുടെ പാരൻസ്, നമ്മുടെ ഫാമിലി, ഒബ്വിയസ്ലി പാരൻസിന് നമ്മളറിയാം, ഫാമിലിക്ക് നമ്മളറിയാം, നൈബേഴ്സിന് നമ്മളറിയാം, ഫ്രണ്ട്സിന് നമ്മളറിയാം, സ്റ്റാഫിന് നമ്മളറിയാം, അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്നുള്ള ഫീലിങ്ങുകളുണ്ട് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ സാർ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഒരു നടന്നിട്ടുണ്ടെങ്കിൽ ഓടിക്കയറി സാറിന് അത് എടുക്കാൻ പറ്റും. പക്ഷേ സാറിൻ്റെ അച്ഛനോ അമ്മയോ മോനോ മോളോ ആണെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റില്ല. അത് സെയിമാണ്. ഇപ്പം നമ്മൾക്കൊരു ഇഷ്യൂ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച്, അതും മാസീവായിട്ട് വരുമ്പോൾ നമ്മളൊന്ന് ഫമ്പിളായി പോകും. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ സുഖമായിട്ട് ദൈവത്തിൻ്റെ ഇതുകൊണ്ട് നമ്മൾ റിക്കവറായി. ഇന്നും ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം കേരളത്തിലെ നമ്പർ 1 ബിൽഡറായിട്ട് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ പിന്നീട് എന്താണ് ഉണ്ടായത്? ഇങ്ങനെ കേസുകൾ വന്നു, അപ്പോൾ എന്തുണ്ടായി താങ്കൾക്ക്? കേസ് ഒളിവിൽ പോയി എന്നും താങ്കളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നടക്കുകയാണെന്നുള്ള വലിയ വാർത്തകൾ വന്നു. അതായത് ഈ താങ്കളെ സംരക്ഷിക്കുകയാണ് പോലീസ് എന്ന് പറഞ്ഞു, അങ്ങനെ ന്യൂസുകളൊക്കെ വന്നിരുന്നു. യെസ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂസ് പിറ്റേ ദിവസം എൻ്റെ 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസം ലുക്കൗട്ട് നോട്ടീസ് വന്നു. അതായത് ഒരു കേസ് FIR എടുത്ത് 5ാമത്തെ ദിവസം ലുക്കൗട്ട് നോട്ടീസ് വന്നു. എനിക്ക് ഇവിടുന്ന് കിട്ടിയ അഡ്വൈസ് എന്തായിരുന്നു വെച്ചാൽ ഒരാഴ്ച ഒന്ന് മാറി നിൽക്കൂ, അപ്പോഴത്തേക്കും ശാന്തമാവും, നമുക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുക്കാം എന്നുള്ളതായിരുന്നു എനിക്ക് കിട്ടിയ അഡ്വൈസ്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും ഇതിൻ്റെ ഗ്രാവിറ്റി ഭയങ്കരമായിട്ട് കൂടി ഒരു ശരിക്കും ഒരു 420 ആയി, തട്ടിപ്പ് തന്നെയായി. ഒരു 500 കോടി, ചിലവർ 1000 കോടി, ഓരോരുത്തരുടെ പേനയ്ക്ക് തോന്നുന്ന ഫിഗേഴ്സിലേക്ക് നമ്മുടെ തട്ടിപ്പിൻ്റെ വ്യാപ്തി വളരാൻ തുടങ്ങി. അപ്പം അങ്ങനെ എനിക്കൊരു അഡ്വൈസ് വന്നു, നിങ്ങൾ സത്യാവസ്ഥ മീഡിയയിൽ വന്ന് പറയണമെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ മീഡിയ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. നമ്മൾ പറയുന്ന ടോപ്പിക്കായിരിക്കും ചിലപ്പോൾ കട്ട് ചെയ്ത് മെയിൻ ന്യൂസായിട്ട് വരുന്നത്. അപ്പം അത് ഒരു ഗവൺമെൻറ് സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്ന പോലെ ആയതുകൊണ്ട് ഞാൻ ഒളിവിലിരിക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അത് ആ മിഷണറിക്ക് ഭയങ്കര റോങ് ആണ്. അതൊക്കെ ഞാൻ ആ സമയത്ത് ഇതൊരു ഇമ്മച്യൂരിറ്റിയാണ്, ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ബിസിനസ്സുകാരൻ നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. നേരെ വന്ന് സറണ്ടർ ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിച്ച് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രോബ്ലത്തിലേക്ക് പോവില്ലായിരുന്നു. പക്ഷേ സംഭവിച്ച നല്ല ചില എന്തു വന്നാലും ജാതകത്തിൽ സംഭവിക്കേണ്ട ഒരു സമയമുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? 100% ഞാൻ ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എന്തായിരുന്നു ജാതകത്തിൽ? ഏഴരശനിയായിരുന്നു. ഏകദേശം ഏഴരശനിയുടെ ബാധ കൊണ്ടാണോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നത്? അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത് വരെ എൻ്റെ ലൈഫിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. എൻ്റെ കോളേജ് ടൈമിൽ ഐ വാസ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ. എൻ്റെ ബിസിനസ് ടൈമിൽ ഐ വാസ് മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ. എൻ്റെ വർക്കിംഗ് ടൈമിൽ ഐ വാസ് ദ ബെസ്റ്റ് സെയിൽസ് പേഴ്സൺ. എൻ്റെ ഫാമിലി ലൈഫ് ദ ബെസ്റ്റ്. എൻ്റെ പാരൻസ് ദ ബെസ്റ്റ്. എല്ലാം ബെസ്റ്റാണ്. എനിക്കൊരു പ്രോബ്ലം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. എപ്പോഴെങ്കിലും ഉണ്ടാവണ്ടേ? താങ്കളെ ഈ മാർക്കറ്റിംഗ് പുഷ് ദ കസ്റ്റമേഴ്സ് എന്നുള്ള പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, നമ്മൾ പ്രോഡക്റ്റ് എന്തായിരിക്കണം? വളരെ കറക്റ്റ് ആയിരിക്കണം. ആ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഒരു പ്രശ്നവുമില്ല, നമ്മൾ വിജയിക്കും എന്നുള്ളതാണ്. അത് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ കയ്യിലുള്ള പ്രോഡക്റ്റ് നമ്മൾ സത്യസന്ധമാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പക്ഷെ താങ്കൾ അതിൽ പരാജയപ്പെടില്ലേ? ഇല്ലല്ലോ. അതെന്താ വെച്ചാൽ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ ആ പ്രൊഡക്റ്റ് ഒരാൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് അതിൽ സാറ്റിസ്ഫാക്ഷൻ വരുമ്പോഴാണ് അത് പ്രൊഡക്റ്റ് ആവുന്നത്. അതെ, ധാരാളം കാറ്റലോഗിൽ ഇരിക്കുന്നത് പ്രൊഡക്റ്റ് അല്ല. താങ്കളുടെ പ്രോഡക്റ്റ്, എൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് അത് പ്രൊഡക്റ്റ് ആവുന്നത്. ധാരാളം ആളുകൾ വാങ്ങുകയും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണല്ലോ പുതിയ ഫ്ലാറ്റുകൾ അതേപോലെ ഉണ്ടാവുകയും അതിന്റെ പേരിലാണോ കേസുകൾ ഉണ്ടായിട്ടുള്ളത്. 9 ഫ്ലാറ്റ് സമുച്ചയങ്ങൾ താങ്കൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കറക്റ്റ് ആണല്ലോ? അതോടൊപ്പം തന്നെ പുതുതായി വന്ന ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ പേരിലാണ് താങ്കൾക്ക് കേസ് വന്നത്. അപ്പൊ പ്രോഡക്റ്റ് കറക്റ്റ് ആണ്. പക്ഷെ എന്താണ് ഇപ്പൊ ഇങ്ങനെ വരാൻ കാരണം? ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പൊ ആരെങ്കിലും താങ്കളെ അതിലേക്ക് ഞാൻ പറയുന്നത് പ്രൊഡക്റ്റ് നല്ലതാ, അതൊരു മാർക്കറ്റിംഗ് ബുക്കാണ്. അതിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ യൂസ് ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ്. എൻ്റെ കേസ് വന്നിരിക്കുന്നത് മുഴുവൻ ഞാൻ പറഞ്ഞ സമയത്ത് പണി തീർക്കാത്ത കസ്റ്റമറാണ്. എൻ്റെ ഹാൻഡ് ഓവർ ചെയ്ത 9 പ്രൊജക്റ്റിലെ കസ്റ്റമേഴ്സ് അല്ല കേസ് കൊടുത്തേക്കണേ. അപ്പോൾ ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഈ ഞാൻ ബിസിനസ് തുടങ്ങിയത് നമ്മുടെ ഫസ്റ്റ് ജനറേഷനാണ്. നമ്മുടെ ഫാമിലി ബിസിനസ് ടേക്ക് ഓവറോ അങ്ങനെ ഒന്നുമല്ല. എനിക്ക് അന്നത്തെ കാലത്ത് ഒരു പൊളിറ്റീഷ്യന്മാരെയോ ഒരു പോലീസ് ഓഫീസേഴ്സിനോ 2-3 പേരൊക്കെ നമ്മുടെ കസ്റ്റമർ ലിസ്റ്റ് അല്ലാതെ അങ്ങനെയുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ദുബായിൽ നമ്മൾ ഒരു ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് ഇവിടെയുള്ള ബിൽഡേഴ്സ് അസോസിയേഷൻസ് ക്യാമ്പയിൻ നടത്തി ഒരു 50 ബിൽഡേഴ്സ് കൂടി ചെയ്യുന്ന ടേൺ ഓവറിൻ്റെ
ഒരു 4 മടങ്ങ് ടേൺ ഓവർ ആസ് എ ബിൽഡർ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഓബ്വിയസ്ലി നമുക്ക് എനിമീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് അതും നമ്മളെ കേൾക്കില്ലാതെ നമുക്ക് അൺഅക്കൗണ്ടഡ് ഇല്ല, ഒറ്റ ബുക്കേ ഉള്ളൂ. നമ്മൾ ഈ ഡിലേ ഇൻ എക്സിക്യൂഷൻ ഇത്രയും ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ വിചാരിച്ചാൽ സാധിക്കും എന്ന് മനസ്സിലായത് എനിക്ക് ഈ പ്രോബ്ലം വന്നതിന് ശേഷമാണ്. അതായത് ഒരാളെ തകർക്കാൻ ഒരു ഇങ്ങനെ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോൾസ് വ്യാപകമായി ബോധപൂർവം ക്രിയേറ്റ് ചെയ്താൽ ഒരാളെ നശിപ്പിക്കാൻ കഴിയും, തകർക്കാൻ കഴിയും. അത് എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്ന ഏറ്റവും നല്ല വ്യക്തി ചിലപ്പോൾ സാറായിരിക്കും. ഞാൻ ആ ഒരു ഉദാഹരണം പറയുന്നത്, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ മനുഷ്യനെ സരിതാ നായർ എന്ന് പറയുന്ന ഒരു ലേഡിയെ കൊണ്ടൊരു കള്ളപ്പരാതി കൊടുപ്പിച്ച് അദ്ദേഹത്തെ വ്യാപകമായി പ്രചരണം നടത്തി 2016 ഇലക്ഷനിൽ അദ്ദേഹത്തിനെ അട്ടിമറിക്കപ്പെട്ടു. 2 അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. വർഷങ്ങളോളം പീഡനങ്ങൾ സഹിച്ചു. ആദ്യം പോലീസ് കേസെടുത്തു, പോലീസ് അന്വേഷിച്ചു, അതിലൊന്നും കണ്ടെത്തിയില്ല. പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, ഒന്നും കണ്ടെത്തിയില്ല. CBI അന്വേഷിച്ചു, അവസാനം അവരെന്നെ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഒരു തരി പോലും സത്യമില്ല, കള്ളമാണ്, തെളിവില്ല. ഈ താങ്കളുടെ കഥ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇതില് ഞാനൊരു സാറിനോട് കാര്യം പറഞ്ഞു. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ പൊളിറ്റിക്കലി ഞാൻ ബിഗ് സീറോ ആണ്. ബിക്കോസ് എനിക്ക് കോൺടാക്ട്സും ഇല്ല, എനിക്ക് അതിൽ ഇൻവോൾവ്മെൻറ്റും ഇല്ല. നല്ല വ്യക്തികളെ നോക്കുന്നു, വോട്ട് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഫ്രണ്ട് പേജിലായിരിക്കും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള റൂമേഴ്സ് വരുന്നത്. ഇദ്ദേഹം കുറ്റവിമുക്തനായി എന്ന് പറയുന്നത് ചരമകോളത്തിലെ ഒരു 2 ലൈനിൻ്റെ വലുപ്പത്തിൽ 8ാമത്തെയോ 9ാമത്തെയോ പേജിലായിരിക്കും വരുന്നത്. ഈ ന്യൂസ് വാല്യൂ എപ്പോഴും നെഗറ്റീവിനാണുള്ളത്. പോസിറ്റീവിന് ഞാൻ 32 വീട് പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് പണിത് കൊടുത്തിട്ടുണ്ട്. ഒരു പബ്ലിസിറ്റി അവിടെ 32 ഇപ്പോഴും അവരവിടെ താമസിക്കുന്നത്. അന്നത്തെ കാലത്ത് 1.5 കോടി ഞാൻ മുടക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ ന്യൂസുകൾ വരുമ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഞങ്ങളൊരു പ്രസ് മീറ്റ് എടുത്താന്ന് പറഞ്ഞു. ഞാൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇതൊന്നും ഒരു ന്യൂസിലും ചാനലും അല്ല, അതിന് വാല്യൂ ഇല്ല. പക്ഷേ ഒരു ആളുടെ ഒരു നെഗറ്റീവ് പറയുമ്പോഴാണ് റീഡർഷിപ്പ് ഉള്ളൂ. 90% ആൾക്കാർക്കും റീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു സെലിബ്രിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വടികോൾ ഡിവേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പൈങ്കിളി ന്യൂസുകൾ വേണം. 3 പറഞ്ഞാൽ അയാളുടെ ക്യാരക്ടറിന് ഭംഗം പറ്റുന്ന എന്തെങ്കിലും ന്യൂസ് വേണം. ഇതാണ് 95% ആൾക്കാർക്കും ഇഷ്ടം. ഞാൻ നോർമലി ഇപ്പോൾ പേപ്പർ അങ്ങനെ അധികം വായിക്കാറില്ല. ന്യൂസുകൾ അപ്ഡേറ്റ് ആണ്. കാര്യം വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള ന്യൂസുകൾ കിട്ടിയതുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല. ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു മാനഭംഗപ്പെട്ടിയുകൊണ്ടോ നമുക്കൊരു പോസിറ്റീവോ അല്ലെങ്കിൽ നമുക്കൊരു ഇത് കിട്ടാനില്ല. അത് വായിച്ച് എൻജോയ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതാണ്. അതിനുവേണ്ടി മാത്രമാണോ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായത്? താങ്കൾക്ക് അന്ന് എത്ര അസറ്റ് ഉണ്ടായിരുന്നു, ടോട്ടൽ വാല്യൂ? എൻ്റെ അന്ന് ഞാൻ ഈ പ്രോബ്ലം വരുമ്പോൾ സറണ്ടർ ചെയ്ത ടോട്ടൽ അസറ്റിൻ്റെ വാല്യൂ, അന്നൊരു സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു വാല്യൂ ഡ്രോ കൊണ്ട് വാല്യൂ എടുപ്പിച്ചത് ഞാൻ ഈ കോടതിയിൽ കൊടുക്കാൻ വേണ്ടി 185 കോടിയായിരുന്നു 2012 വാല്യൂ. അന്ന് എത്രമാത്രം താങ്കൾ ലയബിലിറ്റി ഉണ്ടായിരുന്നു ഈ കേസ്? 54 കോടിയായിരുന്നു, 57 കോടിയായിരുന്നു ലയബിലിറ്റി. 185 കോടി രൂപ അന്ന് അസറ്റ് ഉള്ള താങ്കൾക്ക് 55 കോടി രൂപ മാത്രമായിരുന്നു. ഈ പോലീസ് കേസ് വന്നപ്പോൾ അവർ ഈ കേസ് പറഞ്ഞു തീർക്കാൻ ശ്രമം നടത്തിയില്ല അന്നേരം? അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശപ്രകാരം കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, താങ്കളെ കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു? സാർ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം ചിലതൊരു ഒരു കോടതിയുടെ ജുഡീഷ്യറി പ്രശ്നം വരുന്നില്ല. അതല്ല, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടും ഇത്രയും സെറ്റിൽ ആയതുകൊണ്ടും ഇനി ഞാൻ അതിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് എൻ്റെ ഒരു പോസിറ്റീവ് ടൈം ഒരു നെഗറ്റീവ് കാര്യത്തിന് വേണ്ടി പോകുന്ന ഒരു ഗുണമില്ല. പണ്ട് എനിക്ക് സാറിന് ഓർമ്മയുണ്ടല്ലോ, കപിൽ ദേവിനെ കുറിച്ചൊരു കോൺട്രവേഴ്സി വന്നപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപിൽ ദേവ് കോഴ വാങ്ങിച്ചു, അങ്ങനെ ഒരു എന്തോ ഒരു കോൺട്രവേഴ്സി ആയിരുന്നു. അപ്പോൾ കപിൽ ദേവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് വളരെ നല്ല പറഞ്ഞു. വെച്ചാൽ നമ്മൾ ഒരു പോസിറ്റീവ് സമയം ഒരു നെഗറ്റീവ് കാര്യത്തിന് വേണ്ടി കളയണ്ട. അപ്പോൾ ഞാനും അത് ആരാണെന്ന് അറിഞ്ഞുകൊണ്ടോ അവിടെ ഇൻറ്റൻഷൻ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടോ എൻ്റെ 10 വർഷം പോയത് പോയി. പക്ഷെ ആ 10 വർഷം ഹാസ് ഗിവൺ മീ ബിഗ് കോൺടാക്ട്സ്, ബിഗ് നോളജ്, ബിഗ് എക്സ്പീരിയൻസ്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി എൻ്റെ അസറ്റിൻ്റെ വാല്യൂ മോർ ദാൻ 2 times ആയി. അപ്പോൾ അന്ന് 185 കോടി രൂപ ഉണ്ടായിരുന്നത് ഇന്ന് ആവറേജ് 370 കോടി രൂപയുടെ അസറ്റ് താങ്കൾക്കുണ്ട്. ഡെസ്പെറേറ്റ് വാല്യൂ ഒരു 400 കോടിയുടെ. ഈ താങ്കൾ അറസ്റ്റിലായി 2012 അറസ്റ്റിലായത് വലിയ വാർത്തയായിരുന്നു. എല്ലാ പേപ്പറിലും MG റോഡിലൂടെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെയാണ് അന്ന് ചാനലിലും പത്രങ്ങളൊക്കെ വന്നത്. താങ്കളെ പോലുള്ള സെലിബ്രിറ്റി ആയ ഒരു ബിസിനസ്സുകാരൻ്റെ പറ്റിയുള്ള വാർത്ത എക്സ്പ്ലോസീവ് വാർത്തയായിരുന്നു. താങ്കൾക്ക് പിന്നീട് അറസ്റ്റിലായി ജയിലിൽ എന്തൊക്കെയാണ് താങ്കളുടെ അനുഭവങ്ങൾ? പോലീസിൽ നിന്നുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്?
ഞാൻ സാറോട് നേരത്തെ പറഞ്ഞ പോലെ ഈ പോലീസുകാരുടെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ തെറ്റുകാരനല്ല എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ദേ ആർ ദ ബെസ്റ്റ് പീപ്പിൾ. അതായത് എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, അതായത് നമ്മളെ ഒരു ന്യൂസ് കണ്ട് അവർ ഇതിലേക്ക് ഇടപെട്ട് നമ്മൾ നല്ല ആളാണ് അല്ലെങ്കിൽ നമ്മൾ തെറ്റുകാരനല്ല എന്ന് മനസ്സിലായതിനു ശേഷം അവർ തന്നിരിക്കുന്ന ഒരു കൺസിഡറേഷൻ കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നതും എൻ്റെ ഇത്രയും പ്രശ്നങ്ങൾ തീർന്നതും. കാരണം വെച്ചാൽ ദേ വിൽ ഗീവ് ഓൾ ദ സപ്പോർട്ട്. കാരണം ഇത്രയും പ്രോപ്പർട്ടി സറണ്ടർ ചെയ്ത ഒരു വ്യക്തിയാകുമ്പോൾ അവരും ഹ്യൂമൻ ബീയിങ് ആണ്, അവർക്കും ഒരു മനുഷ്യത്വം ഉണ്ട്. എല്ലാ പോലീസുകാരും നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയുള്ള വില്ലന്മാരല്ല. പിന്നെ മാത്രമല്ല ഒരു സംഭവം സെറ്റിൽ ചെയ്യാനും എല്ലാത്തിനും, അല്ലെങ്കിൽ ഒരു 1000 കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഓഫീസിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും? ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. അവരുടെ സപ്പോർട്ട് വാസ് അമേസിങ്. അതേപോലെ തന്നെ ജുഡീഷ്യറി ആണെങ്കിലും നമ്മളൊരു ഇത്രയും പ്രോപ്പർട്ടി സറണ്ടർ ചെയ്താൽ, ഇൻക്ലൂഡിങ് എൻ്റെ താമസിക്കുന്ന വീട് വരെ ഞാൻ കോടതിയിൽ സറണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സറണ്ടർ ചെയ്ത ഒരു ആളെന്ന് പറയുമ്പോൾ, പിന്നെ മാത്രമല്ല ഞാൻ 14 വർഷമായിട്ട് എൻ്റെ പാസ്പോർട്ട് പോലും കോർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല, കോടതിയിൽ തന്നെ കാണാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഈ എൻ്റെ പുതിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് 2-3 ഇൻവിറ്റേഷൻസ് വന്നു. അത് വളരെ സീനിയർ നാഷണൽ ഇൻ്റർനാഷണൽ ആൾക്കാരുടെ ഇൻവിറ്റേഷനാണ് വന്നേക്കണേ. അപ്പോൾ വന്നു കഴിഞ്ഞ് ഇത്രയും പ്രൊജക്റ്റ് തീർന്നപ്പോൾ ഞാൻ കോടതിയിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ തന്നെ ഓർഡർ കിട്ടി. അപ്പോൾ ഞാൻ 14 വർഷം എന്താ വെച്ചാൽ ആൾക്കാർ വിചാരിച്ച് നമ്മൾ നാട് വിടും, കുറേ കാശുണ്ട്, സ്വിറ്റ്സർലൻഡിൽ സെറ്റിലാവും, അല്ലെങ്കിൽ ഇവിടെ സെറ്റിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ 2 കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല. ഒന്ന്, എൻ്റെ അച്ഛൻ്റെ പേര് കെ ഗോവിന്ദൻ നായരെന്നാണ്. 2 ആപ്പിൾ ഡേ പ്രോപ്പർട്ടീസ്. ഇത് 2 മാറ്റാൻ പറ്റില്ല. അത് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ രാജീവല്ല. സോ ഞാൻ ആപ്പിൾ തന്നെ റിവൈവ് ചെയ്യും, ആപ്പിൾ ബ്രാൻഡിൽ തന്നെ ബിസിനസ് ചെയ്യും, ആപ്പിൾ ബ്രാൻഡ് തന്നെ പൊക്കി കൊണ്ടുവരും. ദാറ്റ് ഇസ് വെരി ക്ലിയർ. അത് ഞാൻ പറഞ്ഞ പോലെ ആ മെറിറ്റും പ്രഗ്നൻസിയുടെയും പോലെയാണ്. അത് പ്രകൃതി തീരുമാനിക്കുന്ന സമയത്ത് ഐ വിൽ റിവൈവ്. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പം ഞാൻ കുറേ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഐസ് എന്ന് പറയുന്ന പ്രൊജക്ട് മാത്രമാണ്. ഓക്കെ, നമ്മൾ പോലീസിലെ അനുഭവം എന്ന് പറയുന്നത് പോലീസ് നമ്മളെ സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. എന്നെ പിടിച്ച് ജയിലിലിട്ട് ഞാൻ പുറത്തു വന്ന് കോംപ്രമൈസ് സ്കീം ഫയൽ ചെയ്ത് ഓർഡർ ആയതിനു ശേഷം അവരുടെ ആറ്റിറ്റ്യൂഡ് ടോട്ടലി ഡിഫറെൻറ്റ്. കാരണം വെച്ചാൽ യെസ്, നമ്മൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി എല്ലാം സറണ്ടർ. അതായത് താങ്കളുടെ ഉദ്ദേശം അവരെ വഞ്ചിക്കുകയല്ല, സ്വപ്നത്തിൽ പോലും അല്ല. കുറച്ച് ഡിലേ വന്നു ചില പ്രോബ്ലംസ് കൊണ്ട്, യെസ്, അല്ലാതെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. താങ്കളുടെ ലക്ഷ്യം കറക്റ്റ് ആണ്. പക്ഷെ അതിന്റെ ഇടയിൽ വന്ന ചില സാഹചര്യങ്ങളാണ് താങ്കളെ ഇത്തരത്തിൽ പെട്ടുപോയത്. അപ്പൊ അത് മനസ്സിലാക്കി പോലീസ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. യെസ്. അപ്പൊ താങ്കളെ ജയിലിൽ പോയപ്പോഴുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? താങ്കളെ ഒരു ജയിലിൽ നിന്നാണ് താങ്കൾ ഒരു പുതിയ മനുഷ്യനായി രംഗപ്രവേശം മാറി വരുന്നത് എന്നാണ്, ഇവിടുന്ന് പോയ ആളല്ല തിരിച്ചു വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഒരു 2 രീതിയാണ്. ഒന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ 8-9 അമ്പലങ്ങളിൽ പോയിട്ടാണ് ഞാൻ ഓഫീസിൽ വരുന്നത്. നമ്മൾ വളരെ ഇമേജ് കോൺഷ്യസ് ആണ്. നമ്മൾ ഇങ്ങനെ ബാറുകളിൽ പോവുക, അങ്ങനെയുള്ള സോഷ്യൽ അങ്ങനെ പരിപാടികളൊന്നുമില്ല. ഓഫീസ്, വീട്, കമ്പനിയുടെ ബ്രാൻഡ് ഇമേജ്, ആ ഒരു ലെവലിൽ ചെയ്തിരുന്ന ആൾ പെട്ടെന്ന് ഇത്രയും കേസ് നമ്മളൊരു ക്രിമിനൽസിൻ്റെ കോളേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ സൈക്കോളജിക്കലി നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. കാരണം വെച്ചാൽ 40 വർഷമായിട്ട് കിടക്കുന്ന ആൾക്കാർ, 20 വർഷമായിട്ട് കിടക്കുന്ന ആൾക്കാർ, കൊലപാതകികൾ, എയ്ഡ്സ് രോഗികൾ, അങ്ങനെ അവരുടെ ഇടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹൈജീൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ചിന്തിക്കാൻ പറ്റില്ല. മാനസികമായിട്ട് ആദ്യത്തെ ഒരു 7 ദിവസം ശരിക്കും നമ്മൾ ഡിപ്രസ്ഡ് ആയില്ലെങ്കിലും നമ്മൾ ആലോചിച്ചു, ഇത് അനുഭവിക്കേണ്ട ആളാണോ ഞാൻ, ഇത്രയും ദൈവമൊന്നും ഇല്ല എന്ന് വരെ ഞാൻ ചിന്തിച്ചു. വരാം, ദൈവമൊന്നുമില്ല എന്ന് താങ്കൾ ചിന്തിച്ചു? ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു. കാരണം താങ്കൾ ദൈവത്തിൽ സമർപ്പിച്ചിട്ടാണ് ഡെയിലി വർക്ക് ചെയ്യുന്നതും 9 ക്ഷേത്രങ്ങളിൽ പോയിട്ടാണ് ഓഫീസിലെത്തുന്നത്. എന്നിട്ട് പ്രവർത്തിക്കുന്ന താങ്കളെ അവസാനം ദൈവം കൈവിട്ടു എന്ന് തോന്നി. അപ്പം എനിക്കൊരു തിരിച്ചറിവ് വന്നു. എത്രയോ ആൾക്കാർ ശബരിമലയിൽ പോകുമ്പോൾ ആക്സിഡന്റിൽ മരിക്കുന്നു, ഇത് ഹജ്ജിന് പോകുമ്പോൾ അവിടുത്തെ തള്ളും ചവിട്ടിലും മരിക്കുന്നു, അല്ലെങ്കിൽ ഉംറയ്ക്ക് പോകുമ്പോൾ മരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു ടെമ്പററി ഇഷ്യൂ ആണ്, ഒരു പെർമനൻ്റ് ഇഷ്യൂ അല്ല. ഇപ്പം എൻ്റെ ലൈഫ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ദിവസം വരെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ലൈഫിൽ. ഐ വാസ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളിത് അറിയണമല്ലോ. മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത എന്തെങ്കിലും നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും. ഒരു 7 ദിവസം കഴിയുമ്പോൾ ഞാൻ ബാക്ക് ടു നോർമലായി. ഞാൻ എഴുത്തും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഞാൻ എൻ്റെ വർക്ക് തിരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കോംപ്രമൈസ് സ്കീമിൻ്റെ ആ ഒരു മെത്തേഡ് ഉണ്ടാക്കുന്നത് ജയിലിൽ വെച്ചാണ്. അവിടെ വന്നാണ് എനിക്ക് കൃഷ്ണയ്യ സാറ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഓഡിറ്റർ, എൻ്റെ ഫാദർലാൻഡിങ് ഓഡിറ്റർ ആയിരുന്നു ആണല്ലോ. പുള്ളി പറഞ്ഞു, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ജയിലിലേക്ക് വരുന്നത്, രാജീവ് ആയതുകൊണ്ടാണ്. അപ്പോൾ എന്നോട് കൃഷ്ണയ്യ സാർ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ജയിലർ പറഞ്ഞു പുള്ളി ഇരിക്കാൻ പാടില്ല, കാരണം പുള്ളി പ്രതിയാണ്, സാർ ഇരുന്നോളൂ എന്ന്. അപ്പോൾ കൃഷ്ണൻ സാർ പറഞ്ഞു അല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സാർ ഒരു കവർ എനിക്ക് തന്നു. അപ്പോൾ ജയിലർ പറഞ്ഞു വായിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുൾ ഈ കോംപ്രമൈസ് സ്കീമിൻ്റെ നോട്ടായിരുന്നു. ആ നോട്ട് എനിക്ക് തന്നു.
അവിടെ വെച്ചാണ് ഞാൻ ആ നോട്ട് കോംപ്രമൈസ് സ്കീം എന്ന് പറയുന്ന ആ ഒരു 100 പേജുള്ള ബുക്ക് അവിടെ വെച്ചാണ് എഴുതിയുണ്ടാക്കുന്നത്. പിന്നെ ഞാൻ സാഹചര്യം നമ്മളെല്ലാ ഇൻവെസ്റ്റിഗേഷനിലും സത്യം മാത്രം പറയാം. നമുക്ക് സത്യം ഒരിക്കലും മാറില്ല. അപ്പോൾ ഈവൻ മിസ്റ്റേക്ക് ആണെങ്കിൽ സത്യം പറയാം. നമ്മൾ കറക്റ്റ് സമയത്ത് ഹാൻഡ് ഓവർ ചെയ്തൊന്നും വേണ്ട, 10 മാസം ഡിലേ ആയി, 8 മാസം ഡിലേ ആയി. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ സത്യങ്ങളാണ് എല്ലാം. അതായത് താങ്കളെടുത്ത സ്റ്റാൻഡ്, കേസിലെടുത്ത സ്റ്റാൻഡ് ഫുൾ സത്യം പറയുക എന്നുള്ളതാണ് മാത്രം. സാധാരണ കോടതിയിൽ കള്ളം പറഞ്ഞ് വിജയിക്കുന്നതാണ് നമ്മൾ കാണാറില്ല. ഞാൻ ചില ബാങ്ക് ലോണുകൾ നമ്മൾ പകുതി അടച്ച് തീരാത്ത ലോണുകളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ കോംപ്രമൈസ് ഡിക്ലെയർ ചെയ്തു. കോടതി പറഞ്ഞാൽ അന്യായ കോടതി, ന്യായ കോടതി എന്നല്ല പേര്, അന്യായ കോടതി എന്നാണ്. അപ്പം അവിടെ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് കള്ളം പറഞ്ഞ് സ്ഥാപിച്ച് വിജയിക്കണം. പക്ഷെ താങ്കൾ എടുത്ത നിലപാട് 100% സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ സാറ് പറഞ്ഞത് എന്താ അറിയോ, ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു കൊലപാതകി നുണ പറഞ്ഞിട്ട് വേണം രക്ഷപ്പെടാൻ. ഒരു സത്യം ചെയ്തവൻ സത്യം പറഞ്ഞ് രക്ഷപ്പെട്ടാൽ മതി. രണ്ടും രണ്ടാണ്. അപ്പോൾ സാറ് കാണുന്ന വാദിക്കുന്ന വക്കീൽമാരും അല്ലെങ്കിൽ വാദിക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന ഒരു കൊലപാതകിയുടെയോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു പിടിച്ചുപറിക്കാരൻ്റെയോ കേസ് വാദിക്കാൻ പിടിച്ചിട്ടില്ല, അവൻ ഹരിചന്ദ്രനാണ്. അല്ല, താങ്കളെ പോലെ തന്നെ ഇത്തരത്തിൽ അവന് സത്യം പറയാൻ പറ്റില്ല. ഇതേപോലെ തന്നെ ഉൾപ്പെട്ട ലാൻഡുമായി ബന്ധപ്പെട്ട് ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് തകർന്ന ധാരാളം ആളുകളുണ്ട്. അവരെ കേസിലെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞ ധാരാളം കള്ളത്തരങ്ങൾ എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ താങ്കൾ എടുത്ത സ്റ്റാൻഡ് ആണ് താങ്കളുടെ ക്യാരക്ടറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 100% അറിയോ, ഞാൻ എപ്പോഴും പറയാം, നമുക്ക് 3 രീതിയിൽ കൺവിൻസ് ചെയ്യാൻ പറ്റും. 1 ട്രൂത്ത് ആയിരിക്കണം, 2 സത്യമായിരിക്കണം, 3 ഒരു പ്രാവശ്യം കൺവിൻസ് ചെയ്ത ആളെ നമുക്ക് ഒന്നുകൂടി കൺവിൻസ് ചെയ്യാൻ പറ്റും. ഈ 3ഉം തമ്പ് റൂൾസാണ് മനസ്സിലായില്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ കൺവിൻസ്ഡ് ആവണമെങ്കിൽ സത്യമായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വേറെ നുണ പറയേണ്ടി വരും. നമുക്ക് ഒരിക്കലും ഇത്രയും 10,000 പേരൊക്കെ വരും, 1 നുണയ്ക്ക് 10 നുണ പറയണം, 10 നുണയ്ക്ക് 100 നുണ. 1000 കേസ് ആകുമ്പോൾ 10,000 നുണ പറയേണ്ടി വരും. അതിനുള്ള കപ്പാസിറ്റി ഒന്നും നമ്മുടെ ബ്രെയിൻ ഇല്ല. ഒരു നുണ പറയാനുള്ള കപ്പാസിറ്റി വീഴില്ല, പിന്നെ 1000 നുണ അവന് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഡിസിഷൻ വാസ് ഗുഡ്. അപ്പോൾ ഒരു പോലീസ് ഓഫീസർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. എന്നെ വിളിച്ച് ചോദിക്കും, സാജിനോട് ചോദിക്കും. ഇപ്പോൾ 2 പേരുടെയും കറക്റ്റാണ്, കാര്യം സത്യമാണ്. അപ്പോൾ അദ്ദേഹം പുറത്തൊരു പോലീസുകാരോട് പറഞ്ഞാൽ എൻ്റെ ഒരാൾ കേട്ടാണ്, ഇവർ ഈ 30 ദിവസം മാറി നിന്നപ്പോൾ നുണ പറയേണ്ടത് എങ്ങനെയാണെന്ന് പ്രാക്ടീസ് ചെയ്തു തന്നു. പിന്നീട് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, സാർ അതല്ല സത്യമാണ്, അത് അവർക്ക് മനസ്സിലായി. കാരണം എത്ര പ്രോജക്റ്റ് ഉണ്ട്, 10-20 പ്രോജക്റ്റ്, എല്ലാം നമ്മൾ ഫാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. അതാണ് താങ്കൾ ലോകത്തിന് നൽകുന്ന സന്ദേശം. നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമാണെങ്കിൽ അപകടത്തിൽപ്പെട്ടാൽ നമുക്ക് രക്ഷപ്പെട്ടു 100%. അങ്ങനെ താങ്കൾ എങ്ങനെ ഈ കേസുകളെല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നു? പണി തീർത്ത ആൾക്കാർ താമസിക്കുന്നുണ്ട്, പിന്നെ കേസിന് വാലിഡിറ്റി ഇല്ലല്ലോ. അതായത് താങ്കൾ മുഴുവൻ പണി എങ്ങനെ 2 പേര് അകത്താവുമ്പോൾ താങ്കൾക്ക് എങ്ങനെ? അല്ല, നമ്മൾ 120 താങ്കൾ ഓഫീസ് റെയ്ഡ് ഒക്കെ ചെയ്തല്ലോ. അല്ല, 127 ദിവസം ഞങ്ങൾ പുറത്തിറങ്ങി. കോംപ്രമൈസ് സ്കീം നമ്മൾ സാങ്ഷൻ ആയതിനു ശേഷം നമ്മൾ അസോസിയേഷനുമായിട്ട് ഡിസ്കസ് ചെയ്ത് കിട്ടാനുള്ള കാശെല്ലാം അസോസിയേഷൻ്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ഞങ്ങളുടെ വീക്കെൻഡ് ആയിട്ടുള്ള സ്പേസ് എല്ലാം കോൺട്രാക്ടർക്ക് കൊടുത്ത് അവർ മോണിറ്റർ ചെയ്ത് അത് തീർത്ത് ഇപ്പോൾ അവർ താമസിക്കുന്നുണ്ട്. അന്ന് ഞാൻ 15 ലക്ഷം കൊടുത്ത ഫ്ലാറ്റിൽ നിന്ന് 70 ലക്ഷം വിലയുണ്ട്. ഏകദേശം 1000 പേരും ആ കേസ് പൈറ്റീഷൻ കൊടുത്ത ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതായത് 20 ലക്ഷത്തിന് അന്ന് കൊടുത്ത ഫ്ലാറ്റ് 70 ലക്ഷമുണ്ട്, 70-80 ഒക്കെ ഉണ്ട്. അപ്പൊ 4 ഇരട്ടി ഉണ്ട്. അപ്പൊ താങ്കളുടെ അസറ്റിന്റെ വാല്യൂം ആവറേജ് ഒരു 700 കോടിയുടെ അടുത്ത് വരുന്നുണ്ടെന്ന് അർത്ഥം. അത് എന്താ കാര്യം വെച്ചാൽ ഒരു പ്രോബ്ലം വരുമ്പോൾ ഒരാളുടെ അസറ്റിന് വാല്യൂ കുറവാണ്, താമസിക്കുന്ന അസറ്റിന് വാല്യൂ കൂടുതലുണ്ട്. അപ്പോൾ എൻ്റെ അസറ്റ് തന്നെ ഇപ്പോൾ ഒരു നാട്ടിലേറ്റവും പ്രോമിനൻ്റ് ആയിട്ടൊരു ബിസിനസ്സുകാരൻ വിൽക്കുമ്പോൾ, ഇപ്പോൾ ലൂലു ഗ്രൂപ്പ് ഒരു ലാൻഡ് വിൽക്കുന്നതും ആപ്പിളിലെ ലാൻഡ് വിൽക്കുന്നതും ആനയും ആടിൻ്റെ വ്യത്യാസമുണ്ട്. അത് ലീഗൽ പോലും ചെക്ക് ചെയ്യില്ല ലൂലു ഗ്രൂപ്പ് ആകുമ്പോൾ, കാരണം അത്രയും ക്രെഡിബിൾ ആയിട്ടാണ്. നമ്മുടെ പക്കയാണെന്നുണ്ടെങ്കിലും എല്ലാം ചെക്ക് ചെയ്താലും ഒരു ഡൗട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ യൂസഫ് അലി സാർ വിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയുടെ പകുതി വില പോലും എൻ്റെ വിലയ്ക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 350 കോടി എന്ന് പറഞ്ഞത്. താങ്കളുടെ ജയിൽ ജീവിതം എവിടെ നിന്ന് തുടങ്ങുന്നു, ഏതൊക്കെ ജയിലിൽ പോയി, അവിടുത്തെ അനുഭവം? സാർ, അത് ഞാൻ ഒന്നാമത്തിൽ അത് കേൾക്കുന്ന ആൾക്കോ പറയുന്ന ആൾക്കോ ഒരു സുഖമുള്ളതായിരില്ല. ഞാൻ 5 ജയിലിൽ കിടന്നു. ഞാൻ ആ ചോദിച്ചതിന് ഒരു കാര്യമുണ്ട്. പല ആളുകളും ജയിലിൽ പോയാൽ പക്ക ക്രിമിനൽ ആയിട്ടാണ് ഇറങ്ങി വരാറുള്ളത്. ഞാൻ ജയിലിൽ കിടന്ന അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ പേര് കെ ഗോവിന്ദൻ നായർ എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തോട്ട് പ്രോസസ് ടോട്ടലി. താങ്കൾ അച്ഛനെ കുറിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയാം, അച്ഛനെ കുറിച്ചുള്ള ഒന്ന് പറയാമോ? താങ്കൾ തീർച്ചയായിട്ടും അച്ഛനെ ഭയങ്കരമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്, മാതൃകയായി സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ മനസ്സിൽ കൊണ്ട് പറയുന്നത്. അതിന്റെ കാര്യത്തിൽ അച്ഛൻ 8th സ്റ്റാൻഡേർഡ് ഉള്ളൂ, ഒരു 8ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്. അത് തുറന്നു പറയുന്നത് താങ്കൾക്ക് മടിയില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ ആണെങ്കിൽ MSc LLB HW, എൻ്റെ രണ്ടാമത്തെ ബ്രദർ ആണെങ്കിൽ MSc MBA. എത്ര ബ്രദേഴ്സ് ആയിരുന്നു? 2 ബ്രദേഴ്സ് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ഇല്ല, ആരുമില്ല. അപ്പോൾ ആ 8ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ഒരു അച്ഛൻ ഇങ്ങനത്തെ ഒരു ക്വാളിഫിക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഹീസ് റിയൽ ജീനിയസ്. പിന്നെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫാദറാണ്, ബെസ്റ്റ് ഹസ്ബൻഡാണ്, ബെസ്റ്റ് ഫാദർ ലോ ആണ്, ബെസ്റ്റ് ഗ്രാൻഡ് ഫാദറാണ്.
ഇത് ആർക്കും ഡിസ്പ്യൂട്ട് ഇല്ല. ഇപ്പം എൻ്റെ ചേട്ടത്തിമാർക്കാണെങ്കിലും എൻ്റെ വൈഫിനാണെങ്കിലും എൻ്റെ അമ്മയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒരു ഡിസ്പ്യൂട്ടില്ല. ഇപ്പോൾ നൈബേഴ്സിനാണെങ്കിലും ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ. അപ്പോൾ ഞങ്ങൾ ആലോചിക്കായിരുന്നു ഈ ഒരു തുച്ഛമായ ശമ്പളം കൊണ്ട് ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ തരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഡെഡിക്കേറ്റഡ് ടു ശ്രീ മൂകാംബി ദേവി ആൻഡ് മൈ ഡാഡ് ദ കംപ്ലീറ്റ് മാൻ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഓർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരു ദിവസം ഞാനിങ്ങനെ ആപ്പിളൊക്കെ തുടങ്ങി വലിയ ലെവലിലായിരിക്കുന്ന സമയത്ത് ഞാൻ കാലത്ത് പുള്ളിയെടുത്ത് അമ്പലത്തിൽ പോയി. അപ്പോൾ അതിൻ്റെ സംഭവം പറയുന്നതിന് മുമ്പ് ഞാൻ വേറെ സ്റ്റോറി പറയാം. എൻ്റെ ഓഫീസിൽ അന്ന് മുരുകപ്പ ഗ്രൂപ്പിൻ്റെ, അതായത് പാരി വെയറിൻ്റെ ഒരു MD എന്നെ കാണാൻ വന്നു. അപ്പം അന്ന് 3 ബിൽഡേഴ്സിനാണ് അവാർഡ് കൊടുക്കുന്നത്. ഒന്ന് സ്കൈലേ, ഒന്ന് അബാദ്, ഒന്ന് ആപ്പിൾ ഡേ പ്രോപ്പർട്ടീസ്. അവരുടെ റോക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തേക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അവാർഡ് വൈകുന്നേരമാണ്, ലേമറഡിയനിലാണ്, നിങ്ങൾക്ക് അവാർഡ് ഉണ്ട്, വരണമെന്ന് പറഞ്ഞു. ഷെയ്ക്കിൻ്റെ നിന്ന് പുള്ളി പോയി. ആ ഡോർ തുറക്കാൻ മുമ്പ് ഞാൻ പറഞ്ഞു, സാറേ ഡെഫിനറ്റായിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്ത് പറ്റി ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ കമ്പനിയോടും ബ്രാൻഡിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്നു. അപ്പോൾ പുള്ളി ചോദിച്ചു, അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഒരു 40 years ബാക്ക് നിങ്ങളുടെ കമ്പനിയുടെ MD ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് പാർത്ഥസാരഥി എന്നാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, മേ ബി ഐ ഡു നോട്ട് നോ. അപ്പോൾ പറഞ്ഞു, ആ MDയുടെ ഡ്രൈവറായിരുന്നു എൻ്റെ അച്ഛൻ. 40 വർഷം കൊണ്ട് ആ ഡ്രൈവറുടെ മോന് ഒരു അവാർഡ് തരാൻ വേണ്ടി MD വരിക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഞാൻ കാലത്ത് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, അപ്പോൾ നീ എന്താ പറയാൻ പോണെന്ന് ചോദിച്ചു. പറഞ്ഞു, അച്ഛൻ ഡ്രൈവറായിരുന്നുള്ളൂ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അച്ഛൻ ചോദിച്ചു, അത് നിനക്കൊരു കുറച്ചിലല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ 8ാം ക്ലാസ് ക്വാളിഫിക്കേഷനായിട്ട് ഡ്രൈവറായിട്ട് അച്ഛനന്ന് ഓടിച്ചിരുന്നത് പ്രീമിയർ പത്മിനിയാണ്. ഇപ്പം നമ്മൾ പോകുന്നത് ബെൻസിലാണ്. അതിൻ്റെ MD കാണാൻ വരുന്നത് എനിക്ക് അവാർഡ് തരാനാണ്. അച്ഛൻ്റെ മക്കളെല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അത് അച്ഛന് ഭയങ്കര ക്രെഡിറ്റാണ്, എനിക്ക് അതിനേക്കാളും ക്രെഡിറ്റ് ആവുന്നു. അപ്പോൾ അതൊരു നോർമലി ആൾക്കാരങ്ങനെ പറയാനൊരു മടിക്കുമെന്നാണ് അച്ഛൻ തെറ്റിദ്ധരിച്ചത്. പക്ഷേ നോർമൽ അല്ലല്ലോ, നമ്മൾ അച്ഛൻ്റെ ആ ഒരു ബ്രീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അതൊരു വൺ ഓഫ് ദ ഗുഡ് ഇൻസിഡൻ്റ് ആണ്. പിന്നെ റിട്ടയർഡ് ലൈഫ് ഈ വാസ് വെരി ഹാപ്പി. കാരണം വെച്ചാൽ 3 പേർക്കും ജോലി, ആ കഷ്ടപ്പാട് മുഴുവൻ പുള്ളി റിട്ടയർഡ് ലൈഫ് ഈ വാസ് എൻജോയിങ് ലൈക്ക് എനിത്തിങ്. അത് ഇറ്റ്സ് ഗുഡ്. ഓക്കെ, എന്നാൽ ജയിലിലേക്ക് തന്നെ തുടങ്ങാം. ജയിലിൽ പോയിട്ട് താങ്കൾ, സാധാരണ ഞാൻ പറയുന്നത്, പലരും കുറ്റവാളികളല്ലാത്ത ആളുകൾ പോലും കുറ്റവാളികളെ ഇറങ്ങി വരുന്ന സാഹചര്യം എന്നുള്ളതാണ്. താങ്കൾക്കുണ്ടായ അനുഭവം ബ്രീഫായിട്ട് പറയാം. സാർ, നമ്മുടെ മൈൻഡ് സെറ്റാണ്. അതായത് എങ്ങനെ വരണം, എങ്ങനെ ആവണമെന്ന് നമുക്ക് ക്ലിയർ ടാർഗറ്റ് ഉണ്ട്. അതായത് എന്തു വന്നാലും ഈ ആപ്പിൾ ഡേ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് 16 കോടി സ്പെൻഡ് ചെയ്തേക്കണ ബ്രാൻഡ്, മോസ്റ്റ് വൈബ്രൻറ്റ് ബ്രാൻഡ് ഇൻ കേരള ആൻഡ് സൗത്ത് ഇന്ത്യയിൽ വരെ നോട്ടബിൾ ആയിരുന്നു. ആ ഒരു ബ്രാൻഡ് ഇന്ന് വരെയുള്ള എല്ലാ ബിൽഡേഴ്സും എൻ്റെ ജൂനിയേഴ്സായിരുന്നു. മനസ്സിലായില്ല, അന്ന് എൻ്റെ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് എന്നെക്കാളും സീനിയർ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ സമയത്ത് സ്കൈലൈൻ ഉണ്ട്, അബാദ് ഉണ്ട്, ഈ ബിൽഡേഴ്സാണ് ഒരു സീനിയർ ബ്രാൻഡായിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് ബാക്കി എല്ലാ ബ്രാൻഡുകളും എൻ്റെ ജൂനിയേഴ്സാണ്. മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് ഈ ബ്രാൻഡ് റിവൈവ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ അവിടെ നമുക്ക് ഒരു ക്രിമിനലിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കോളേജിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ ഓഫേഴ്സ് നമുക്ക് കിട്ടും, ഇഷ്ടംപോലെ എന്താ പറയുക ഐഡിയകൾ കിട്ടും. അവിടെ ആരൊക്കെ പ്രമുഖ ക്രിമിനൽസിനെ ആരൊക്കെ പരിചയപ്പെട്ടു? അല്ല, അത് ഞാൻ പേര് പറയാൻ താല്പര്യമുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ ആരും ക്രിമിനലായി ജനിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പല ആൾക്കാർ സാഹചര്യങ്ങളാണ് അതിൽ ഒരു 20% ബോൺ ക്രിമിനൽസ് ആണ്. അത് നമ്മൾ എന്തൊക്കെ വന്നാലും 20% ആൾക്കാർ ബോൺ ക്രിമിനൽസ് ആണ്. അല്ല, അവരും ഒരു സാഹചര്യത്തിലായിരിക്കല്ലോ ഒരു ക്രിമിനലായി വരുന്നത്. അവരുടെ സാഹചര്യം അവരുണ്ടാക്കിയ സാഹചര്യങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ബാക്കി 30% ആൾക്കാർ സാഹചര്യങ്ങൾ കൊണ്ട്, ഒരു മരുന്ന് വാങ്ങാൻ ഒരു 1 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ 1 ലക്ഷം രൂപ വേണം, അപ്പം അതിനു വേണ്ടി ഒരു ചെറിയൊരു ക്രൈം ചെയ്യുന്നു. അങ്ങനത്തെ ആൾക്കാരാണ് 30%. പക്ഷേ 50% ആൾക്കാരും കുറേ ആൾക്കാർ ഒരു ഒന്നുമില്ലാതെ വന്ന് കിടക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അവരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. താങ്കൾ ഏത് കാറ്റഗറിയിലേക്കാണ് കൃത്യമായി താങ്കൾ എന്നെ സ്വയം വിലയിരുത്തുന്നത്? അത് ഞാൻ വിലയിരുത്തിയോണ്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ മോശമെന്ന് പറയില്ല. അപ്പോൾ ഞാൻ ജെന്യൂൻ ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അതാണ് എൻ്റെ ചോദ്യം. ഞാൻ ജെന്യൂൻ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നതും ഞാനിങ്ങനെ സംസാരിക്കുന്നതും എൻ്റെ കോൺഫിഡൻസ് ലെവലിന് ഒരു 0.00001% പോലും കുറവ് വരാതെ. അതായത് താങ്കൾ കൊണ്ടുവന്ന ആശയങ്ങൾ സത്യസന്ധമാണ്, ആ ആശയങ്ങൾ പ്രാവർത്തികമാക്കിയതും സത്യസന്ധമാണ്. അത് ഏത് ജയിലിൽ ഇട്ടാലും എവിടെ കൊണ്ടുതാക്കിയാലും താങ്കളത് മാറ്റാൻ കഴിയില്ല. ഉറച്ച വിശ്വാസമാണ് താങ്കളിൽ. കാരണം താങ്കൾ ജനങ്ങൾക്ക് കൊടുത്ത സർവീസ്, താങ്കൾ കൊടുത്ത പ്രോഡക്റ്റ്, ഇതെല്ലാം സത്യസന്ധമാണ്. 100%. അപ്പോൾ അതുകൊണ്ട് ജയിലിൽ പോയി കഴിഞ്ഞാൽ താങ്കളുടെ മനസ്സ് അത് സത്യസന്ധമായിട്ടാണ് താങ്കൾ വരുന്നത്. അതൊന്ന് കിട്ടിയ കുറേ അനുഭവങ്ങളാണ്
താങ്കളെ മാറ്റിയെടുത്തത്? എന്തൊക്കെ പാലിക്കേണ്ടതുണ്ട്, എന്തൊക്കെ ഇനി അറിയേണ്ടതുണ്ട് ഇത്തരം ബിസിനസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അവിടുന്ന് അല്ല, ബിസിനസ്സിൽ നമ്മളിപ്പോൾ MBA പഠിച്ചുകൊണ്ടോ BBA പഠിച്ചുകൊണ്ടോ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, അതായത് എൻ്റെ ഒരു ഫ്രണ്ട് പണ്ട് പറഞ്ഞ എക്സാമ്പിൾ ഞാൻ ഓർക്കുന്നത്, അതായത് ഒരു തിയറിയും പ്രാക്ടിക്കലും നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കുളം ഒരു 10 അടി നീളമുണ്ട്, നടുവിൽ 6 അടിയാണ്, ബാക്കി എല്ലായിടത്തും 4 അടിയേ ഉള്ളൂ. അപ്പോൾ 5 അടി പൊക്കമുള്ള ഒരാൾ ഇത് ക്രോസ് ചെയ്താൽ റിസ്ക് ഉണ്ടോ? ഒരു തിയറിയോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇത്രയും ലെങ്ത് ആണെങ്കിൽ ഡിവൈഡ് ബൈ സോ ആൻഡ് സോ യു ആർ സേഫ്, പോകാം. പ്രാക്ടിക്കൽ ആൾ പറഞ്ഞു പോകാം, പക്ഷേ നീ ആ 6ാമത്തെ അടി എത്തുമ്പോൾ അപ്പുറത്തേക്ക് എങ്ങനെ കിടക്കുന്നുള്ളത് എനിക്കൊരു ക്ലാരിറ്റി വേണം. കാരണം ഹീസ് ഓൺലി 5 feet. അതാണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. തിയറി വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അടികളും വീഴ്ചകളും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കിട്ടി പഴകി തന്നെയാണ് ബിസിനസ്സുകാരനാവുള്ളൂ. അതായത് താങ്കൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് അത് വില കൊടുത്താൽ പൈസ കൊടുത്താൽ കിട്ടാത്ത അത് കിട്ടില്ല. അത് ജയിലിൽ പോവാന്ന് പറയുന്നതും അതുപോലെ അനുഭവങ്ങളും പിന്നെ ഉരുത്തിരിഞ്ഞു വന്ന എക്സ്പീരിയൻസും പിന്നെ അത് റിവൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളും നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ കോൺഫിഡൻസ് ലെവല്, നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ അതൊക്കെ നോട്ട് ഈസി. അതായത് താങ്കൾ അകത്ത് പോയ ആള് അകത്ത് പോകുമ്പോൾ താങ്കൾ ഒരു ഫ്രീ ആയിട്ടുള്ള എല്ലാവരും അംഗീകരിക്കപ്പെട്ട ആളായിരുന്നു. പുറത്തു വരുമ്പോൾ എല്ലാവരും കണ്ണോണ്ട് കാണുന്നത് ഒരു കള്ളൻ അല്ലെ തട്ടിപ്പുകാരൻ. പിന്നെ മാത്രമല്ല നമ്മളുടെ ആബ്സെൻസ് ബെനിഫിറ്റ് ആക്കിക്കണ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെ കോർപ്പറേറ്റ് ഓഫീസാണ് പാലാരിവട്ടത്തുള്ള ആപ്പിൾ ടവർ. അത് അന്നത്തെ കാലത്ത് ഒരു 1.25 കോടി രൂപ ക്ലാഡിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിന് അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. അത് ആ സമയത്ത് ബൈപ്പാസിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബിൽഡിംഗ് ആയിരുന്നു. ഞാൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ ക്ലാഡിങ് എല്ലാം അവിടുത്തെ ഒരു വ്യക്തി എടുത്ത് വിറ്റ് 15 ലക്ഷം രൂപ ഉണ്ടാക്കി. ചോദിക്കാനും പറയാൻ ആരുമില്ല. അപ്പോൾ അതേപോലെ നമ്മുടെ പ്രോപ്പർട്ടികൾ അതിക്രമിച്ച് വാടക കൊടുത്തുകളും അങ്ങനെ ഇഷ്ടംപോലെ ബെനിഫിറ്റ് കിട്ടുന്നവർക്ക് നമ്മൾ റിവൈവ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. താങ്കൾക്ക് 1000ഓളം കേസുകളാണ് ഉണ്ടായിരുന്നത്. 185ഓളം 1000ഓളം പരാതികളും 185ഓളം കേസുകളുണ്ട്. ഇപ്പോൾ അതിന്റെ പൊസിഷൻ എന്താണ്? എത്ര കേസുകൾ? ഇനി നമുക്കൊരു 28 കേസ് കൂടി നമുക്ക് പെൻഡിങ് ഉണ്ട്. എത്ര പരാതികൾ? അല്ല, പരാതികളൊക്കെ 28 കേസുകളാണ് നമുക്ക് പെൻഡിങ് ഉള്ളത്. 28 കേസിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 25ഓളം കേസുകളും ആ കസ്റ്റമേഴ്സ് ആപ്പിളിഡയുടെ ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് പണി പൂർത്തീകരിച്ചിട്ടില്ല, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പൂർത്തീകരിച്ചു. പിന്നെ 1-2 കേസുകൾ നമ്മൾ ലോൺ ക്ലോസ് ചെയ്യാത്തതൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഒരു കമ്പനി കൂട്ടുമ്പോൾ ചെറിയ സംഭവങ്ങളൊക്കെ വരുമല്ലോ. ഒരാളുടെ ഒരു പർച്ചേസ് ചെയ്തിട്ട് അയാളുടെ ലോൺ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 കേസുകൾ അതെല്ലാം നമ്മൾ കോംപ്രമൈസ് സ്കീമിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്, അല്ലാതെ വേറെ ഒരു കേസുകളില്ല. അതായത് താങ്കളുടെ യൗവനം 38 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള, എനിക്കൊന്ന് 51 വയസ്സായിരിക്കാം, അപ്പം 51 വയസ്സ് വരെയുള്ള 13 വർഷത്തെ യൗവനമാണ് താങ്കൾ ഇതിനു വേണ്ടി ചെലവാക്കിയത്, ഉപയോഗപ്പെടുത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മറ്റേ പഴശ്ശിരാജ മൂവിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, കമ്പനിയുടെ യുദ്ധം ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ യുദ്ധത്തിന് വേണ്ട ഫൗണ്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 13 വർഷം എന്ന രീതിയിലാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. യൗവനം എന്ന് പറയുന്നത് ഒരു ആണിൻ്റെ ഏജ് ദ വേ ഹി ഫീൽ, ഒരു പെണ്ണിൻ്റെ ഏജ് ദ വേ ഷീ ലുക്സ്, അതാണ് പറയുന്നത്. ഒരു കാഴ്ചയിലാണ് പെണ്ണിൻ്റെ പ്രായം തീരുമാനിക്കുന്നത്, മനസ്സിലാണ് ആണിൻ്റെ പ്രായം തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യൗവനം ഇന്ന് ഞാൻ യൂത്ത് തന്നെയാണ്. അതായത് കേസും ജയിലും പോലീസ് അറസ്റ്റും അതേപോലെയുള്ള അനുഭവങ്ങളും താങ്കളെ എത്രമാത്രം ശക്തനാക്കി? പാകപ്പെടുത്തി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മുടെ സീസൺഡ് മാൻ ആക്കി. പാകപ്പെടുത്തുമ്പോഴാണല്ലോ ശക്തനാവുന്നത്. നമ്മൾ സീസൺഡ് ആവണം. നമുക്ക് ഇതൊക്കെ ഉണ്ട് ജീവിതത്തിൽ നിന്ന്, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇതൊരു സാധാരണ മനുഷ്യന് അല്ലെങ്കിൽ സാധാരണ ബിസിനസ്സിന് കഴിയാത്തൊരു കാര്യമാണ്. 1000ഓളം കേസുകൾ ഉണ്ടായി, അതെല്ലാം സെറ്റിൽ ചെയ്ത് ക്ലിയർ ചെയ്ത് താങ്കൾ വലിയൊരു പൊസിഷനിലേക്ക് കുതിച്ചു വരികയാണ്. അത് നമ്മളുടെ പാരൻസിൻ്റെ പ്രാർത്ഥന, നമ്മുടെ ചെയ്ത കർമ്മങ്ങൾ, ഫാമിലിയുടെ പ്രാർത്ഥന, നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവരുടെയൊക്കെ നമ്മളുള്ള കോൺഫിഡൻസ്. ഇപ്പോൾ ഒബ്വിയസ്ലി ഒരു പരിധി വരെ നമ്മുടെ സ്വപ്നത്തിൽ പോലും സാറി പറയുമ്പോഴാണ് ഇതിൻ്റെ ഗ്രാവിറ്റി എനിക്ക് മനസ്സിലാവുന്നത്. ഇത്രയും ഗ്രാവിറ്റി ഉണ്ട് എന്ന് എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ ചിന്തിച്ചില്ല. പക്ഷെ പുറമേ നിന്ന് കാണുന്ന എന്നെപ്പോൾ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഗ്രാവിറ്റി ഉണ്ടല്ലേ, ഒരു പക്ഷേ ആ ഗ്രാവിറ്റി ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഇപ്പോൾ ഇരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതിനെ കണ്ടത് കൂളായിട്ട് താങ്കൾ നേരത്തെ വർക്ക് ചെയ്ത പോലെ തന്നെ ജയിലിലായും പുറത്തായാലും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഈ ബുക്ക് എഴുതിയപ്പോൾ തന്നെ 1-2 സ്ക്രിപ്റ്റുകളൊക്കെ എഴുതി വെച്ചു. എനിക്ക് ഈ മൂവി 2 സ്ക്രിപ്റ്റൊക്കെ സമയം കിട്ടി. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളൊരു 26 ദിവസം നമ്മൾ ടോട്ടലി ഫ്രീ അല്ലേ. ഇന്നിപ്പം താങ്കൾ സ്റ്റുഡൻസ് വേൾഡ് കപ്പ് എന്ന് പറയുന്ന
ഒരു വലിയ സംഭവത്തിലേക്ക് ഇറങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പുസ്തകമാണ് എൻ്റെ മുന്നിൽ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതെന്താണ്? കാരണം ഇത് സ്റ്റുഡൻസ് വേൾഡ് കപ്പ് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന കാഴ്ചപ്പാടുകളും അതിൻ്റെ വിജയവും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതെന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ ഒരു 12-13 വർഷം മുമ്പ് ഈ ആപ്പിള് ഈ ക്രൈസിസ് വരുന്നതിന് മുമ്പ് കൺസീവ് ചെയ്ത കോൺസെപ്റ്റാണ്. ഞാൻ അതിന് മുമ്പ് ആ ചോദ്യത്തിൽ ഒരു ചോദ്യം വിട്ടു. ഈ ആപ്പിൾ എന്ന് പറയുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡിനോട് അനുഭവിച്ച പേരാണ് ആപ്പിൾ എ ഡേ. അങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്യാൻ കാരണം എന്താ? ഞങ്ങളുടെ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഹെൽത്ത് ക്ലബ്ബാണ്. അപ്പോൾ ഹെൽത്ത് ക്ലബ്ബിൽ ഒരു ചൊല്ലുണ്ട്, ആൻ ആപ്പിൾ എ ഡേ കീപ്സ് എ ഡോക്ടർ അവേ. ഒരു ആപ്പിൾ ദിവസം കഴിച്ചാൽ ഡോക്ടർ വേണ്ട. അപ്പോൾ ഐ വിസിറ്റ് ടു ആപ്പിൾ എ ഡേ കീപ്സ് എ ഡോക്ടർ അവേ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ആപ്പിൾ എ ഡേ. അല്ലാതെ ലോകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത ബ്രാൻഡിന് അന്ന് ആപ്പിൾ ഇത്രയും സ്ട്രോങ് അല്ല. എന്താ കാര്യം വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ആപ്പിളിന്റെ ഒറിജിനൽ ആപ്പിളിന്റെ ഡയറക്ടർ സൂയിസൈഡ് ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ഫേമസ് പത്രത്തിലേക്ക് അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് കൊള്ളുന്നുണ്ടായിരുന്നു. കാരണം കേരളത്തിൽ ആപ്പിൾ എ ഡേ ആയിരുന്നു മച്ച് ബിഗർ ദാൻ ആപ്പിൾ മൊബൈൽ ദാറ്റ് ടൈം. ഇത് ഞാൻ പറയുന്നത് 25 വർഷം. ഒരു കാര്യം കൂടെ ചോദിക്കണം, അതായത് താങ്കൾ ഇത്രയും കേസുകൾപ്പെട്ട ഒരു വലിയ സെലിബ്രിറ്റി ആയ ബിസിനസ്സുകാരൻ എന്നുള്ള ലെവലിൽ വളർന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് താങ്കൾ ഇങ്ങനെ കേസുകളൊക്കെ പെട്ടത്, ജയിലിൽ പോയി. താങ്കൾ പുറമെ വന്നാൽ ഒരു കള്ളനും തട്ടിപ്പുകാരനായിട്ടാണ് ജനങ്ങൾ നോക്കുക താങ്കൾക്കറിയാം. താങ്കൾക്ക് എപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്യേണ്ട അങ്ങനെ ഒരു മാനസികാവസ്ഥ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. കാരണം ഇത്തരത്തിലുള്ള ധാരാളം ആളുകൾ ആദ്യം ചിന്തിക്കുന്ന ആത്മഹത്യകളായിരുന്നു. അവരെ മുന്നിലേക്ക് വെക്കുന്ന സംഭവമാണ് ഇതോടെ നീ അവസാനിപ്പിച്ചേക്കാം എന്ന് പറയുന്നിടത്ത് താങ്കൾ അത്തരം കാര്യങ്ങളിൽ പോയില്ല. മാത്രമല്ല ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന് ആ പ്രശ്നങ്ങൾ തീർത്തു. അതെന്താ വെച്ചാൽ ഞാനിത് തുടങ്ങുന്നത് 5,000 rupees ക്യാപിറ്റലിലും 0 എക്സ്പീരിയൻസിലും നോ നോളജിലുമാണ് തുടങ്ങുന്നത്. റിയൽ എസ്റ്റേറ്റ് ആത്മവിശ്വാസത്തിൽ അല്ല. 25 വർഷം കൊണ്ട് 100-400 കോടി അസറ്റുള്ള ആൾ, 5,000 രൂപ ക്യാപിറ്റൽ മുടങ്ങിയ ആൾക്ക് 400 കോടി ആസ്തിയായി, 10-20 വർഷം എക്സ്പീരിയൻസ് ആയി. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോയിട്ട് അതൊന്നും മൈൻഡിലേക്കേ വന്നിട്ടില്ല. നമ്മളൊരു ഗെയിം പോലെയാണ് സാർ. അതായത് ഒരു കളിയിൽ തോറ്റു കഴിഞ്ഞാൽ റിട്ടയർ ആവുമല്ലോ, യു വിൽ പ്ലേ നെക്സ്റ്റ് മാച്ച് അല്ലേ? അതിലും തോറ്റു. അതായത് താങ്കൾക്ക് ഇപ്പോഴും ബാല്യമാണെന്ന് അർത്ഥം. യാതൊരു വിഷയം. കാരണം താങ്കൾ തുടങ്ങാൻ പോകുന്നുള്ളൂ. പഴശ്ശിരാജ സിനിമയിൽ പറഞ്ഞ പോലെ താങ്കൾ തുടങ്ങാൻ പോകുന്നുള്ളൂ. ആ തുടങ്ങുന്നതിന് ഭാഗമായിട്ടാണ് ഈ സ്റ്റുഡൻസ് വേൾഡ് കപ്പ് എന്ന് പറയുന്ന വലിയൊരു ആശയം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ഇനി പറയാമോ സാർ? ഇത് ആക്ച്വലി 10-12 വർഷം മുമ്പ് കൺസീവ് ചെയ്ത ഐഡിയ ആണ്. അപ്പോൾ ഞാൻ ഈ ആപ്പിളിന് ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ക്രെഡിബിലിറ്റി ഫാക്ടർ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു വളരെ സീനിയർ ആയിട്ടുള്ള ലോയർ ഉണ്ട്, പുള്ളിയുടെ ഫാദർ രാജസ്ഥാനിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇന്ത്യയിലത്തെ 3 സ്പോർട്സ് ലോ ഉണ്ടാക്കിയാണ് അദ്ദേഹമാണ്. അദ്ദേഹം ലളിത് മോദിയുടെ അഡ്വക്കേറ്റ് ആയിരുന്നു. അരുണേശ്വർ ഗുപ്ത പുള്ളി IPLന്റെ ആർക്കിടെക്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ ഒരു 12 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഒരു 3 മിനിറ്റ് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇറ്റ്സ് എ വണ്ടർഫുൾ കോൺസെപ്റ്റ്, ഞാൻ ജോയിൻ ചെയ്യാം, യു ക്യാൻ ടേക്ക് ഓവർ BCC ആൻഡ് ICC എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകിൽ അദ്ദേഹത്തിന് വലിയ നോളജ് ഇല്ല, അല്ലെങ്കിൽ എന്നെ സൂപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി വളരെ നോളജബിൾ സ്പോർട്സ് പേഴ്സണാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ ഞാനത് വന്ന് ചെയ്തു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സിരാജ് ഇതൊരു ഇവൻ്റാണ്, ഇതിൽ നിങ്ങളൊരാളുടെ ഒന്നും കാശ് വാങ്ങിക്കുന്നില്ല, നിങ്ങൾ ഒരു ഇതും കാണിക്കുന്നില്ല. നമ്മൾ ഗ്രൂപ്പായിട്ട് നമ്മൾ ഇന്ത്യ ടു മേക്ക് ദ സ്പോർട്സ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ഞാനിതിനെ ആദ്യം നരേറ്റ് ചെയ്തത്. ടു മേക്ക് ഇന്ത്യ ദ സ്പോർട്സ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. ഇന്ത്യയുടെ യൂത്ത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 65%. വേൾഡിലെ ബിഗ്ഗസ്റ്റ് യൂത്ത് പോപ്പുലേഷൻ നമ്മുടെയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് നോ ഡ്രിങ്ക്സ്, നോ ഡ്രഗ്സ്, നോ സ്മോക്കിംഗ് എന്ന് പറയുന്ന പോലെ ഈ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ആ സ്റ്റുഡൻസിൻ്റെയും യൂത്തിൻ്റെയും ടോപ്പമിൻ ഡെവലപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ അവരെ നമ്മൾ ടൈപ്പ് ആക്കി വെക്കണം. അങ്ങനെ ടൈപ്പ് ആക്കിയാൽ മാത്രമാണ് എന്ത് നടക്കുള്ളൂ, അവനെ നമുക്ക് ഡ്രിങ്ക്സിൽ നിന്നും ഡ്രഗ്സിൽ നിന്നും ടെററിൽ നിന്നും മാറ്റാൻ പറ്റുള്ളൂ. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സ്പോർട്സാണ്. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റ് അല്ലാതെ ഇന്ത്യയിൽ ഒരു സ്പോർട്സിനും ഒരു പ്ലാറ്റ്ഫോമില്ല. അതായത് നമ്മുടെ കബഡി ക്യാപ്റ്റൻ സ്ട്രീറ്റിൽ മോമോസ് വിറ്റിട്ടാണ് ഡെയിലി 500 ഉണ്ടാക്കുന്നത്. നമ്മുടെ പത്മശ്രീ കിട്ടിയിരിക്കുന്ന പല പ്ലേയേഴ്സിൻ്റെയും അവസ്ഥ, നാഷണൽ പ്ലേയേഴ്സിൻ്റെ അവസ്ഥ എനിക്കറിയാം. ഇറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസ് ദ വേ റെക്കഗ്നൈസേഷൻ ഗിവൺ ഫോർ ദ ക്രിക്കറ്റ് പ്ലേയേഴ്സ്. അത് റോങ് അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്രിക്കറ്റ് ഒരു ഹാപ്പനിങ് ആയി. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ A ടീം, B ടീം, C ടീം, D ടീം, E ടീം 5 ടീം എടുത്തു കഴിഞ്ഞാൽ ഈ 5 ടീമും വേൾഡ് കപ്പ് വിൻ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ടീമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ IPL വന്നു, ക്രിക്കറ്റ് ഹബ്ബായി,
ക്രിക്കറ്റിൻ്റെ ഫെയിം കൂടി, റവന്യൂ കൂടി, സോ പ്ലേയേഴ്സ് ആർ മോർ. ഇതേപോലെ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു വേൾഡ് കപ്പ് വന്നാൽ സ്റ്റുഡൻസിൻ്റെ ഡെഫിനറ്റായിട്ടും ഇന്ത്യൻ സ്പോർട്സ് ആയിരിക്കും ടോപ്പ് മോസ്റ്റ് പ്ലേയേഴ്സ്. അപ്പോൾ ആ ഒരു ആശയം വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഏകദേശം ഒരു 350ഓളം പത്മശ്രീ, അർജുന അവാർഡീസ്, ഇന്ത്യൻ നാഷണൽ ഇൻ്റർനാഷണൽ ഒളിമ്പ്യൻസ് എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ ലോഞ്ച് ചെയ്തു, ബാംഗ്ലൂർ ലോഞ്ച് ചെയ്തു, ചെന്നൈയിൽ ലോഞ്ച് ചെയ്തു, 22 സ്റ്റേറ്റിൽ നമ്മളത് ലോഞ്ച് ചെയ്തു. 26-27 വേൾഡ് കപ്പ് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 2030 ആകുമ്പോൾ ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യും. അതായത് ഫോറിനുള്ള പിള്ളേർക്ക് ഇവിടെ വന്നിട്ട് പഠിച്ച് കളിച്ച് പോകാം. അമേരിക്കയിൽ 10 lakhs ആണെങ്കിൽ ഇവിടെ 2 lakhs വരുള്ളൂ. ചൈന വേൾഡ് ഡോമിനേറ്റ് ചെയ്ത പോലെ സ്പോർട്സിൽ ഇന്ത്യ ഡോമിനേറ്റ് ചെയ്യും. ആൻഡ് മേക്ക് ഇന്ത്യ ദ സ്പോർട്സ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. ജയ് ഹിന്ദ്, ജയ് യൂത്ത്, ജയ് സ്പോർട്സ് ആണ് നമ്മുടെ ക്യാപ്ഷൻ. വളരെ നന്നായിട്ട് അത് പ്രോഗ്രസ് ചെയ്ത് വരുന്നുണ്ട്. 26-27 വേൾഡ് കപ്പ് പ്ലാൻ ചെയ്യുന്നത്. ചിലപ്പോൾ 27-28 മാറാൻ സാധ്യതയുണ്ട്. ഇതൊരു മേജർ ഇവൻ്റാണ്. 15 ലക്ഷം സ്കൂൾസാണ് ഇന്ത്യയിലുള്ളത്, 50 ലക്ഷം സ്കൂൾസാണ് വേൾഡിലുള്ളത്. നമ്മളൊരു 20,000 സ്കൂൾസിനാണ് നമ്മൾ പ്ലാൻ ചെയ്യണം. 75 കോടി സ്റ്റുഡൻസാണ് വേൾഡിലുള്ളത്, 25 കോടി സ്റ്റുഡൻസാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യ മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ ഇറ്റ് ഇസ് എ വേൾഡ് കപ്പ്. അപ്പോൾ ഇതിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ നല്ല നാഷണൽ ടോപ്പ് മോസ്റ്റ് ലെജൻസ് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇറ്റ് ഇസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ. ഗവൺമെൻറ് എന്നുള്ള സപ്പോർട്ട് നമ്മൾ ഒരു സബ്സിഡിയോ ഗ്രാൻഡോ ഒന്നും നമ്മൾ ചോദിച്ചിട്ടില്ല, ആവശ്യമില്ല. പിന്നെ ഇപ്പോഴത്തെ പുതിയ 2026 ജനുവരിയിൽ വന്നിരിക്കുന്ന സ്പോർട്സ് ലോ പ്രകാരം ഈ അഫിലിയേഷനും ഇമ്പോർട്ടൻ്റ് അല്ല. എല്ലാ ബോഡീസും ഗവൺമെൻറ്റിൻ്റെ ബോഡിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു അഫിലിയേഷൻ പണ്ടൊക്കെ US രജിസ്റ്റർ ചെയ്യണമെന്ന് മസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. മാത്രമല്ല ഇതൊരു കോമ്പറ്റീഷൻ മാത്രമാണ്. ഇപ്പോൾ TV ഒരു റിയാലിറ്റി ഷോ വന്നതിന് ശേഷമാണ് ഈ കുറേ സ്റ്റാർസുകൾ ഡെവലപ്പായത്. അതേപോലെ തന്നെ ഇതൊരു റിയാലിറ്റി ഷോ ഫോർ ദ സ്റ്റുഡൻസ്, ഫോർ നമ്മുടെ ടാലൻറ്റ് സെർച്ചിങ് ഒരു ഹണ്ട് മാത്രമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഗ്രാൻഡോ ഒന്നും വേണ്ട, സപ്പോർട്ട് വേണം. നമുക്കതിൽ പൊളിറ്റിക്സ് ഇല്ല. ഏത് സ്റ്റേറ്റിൽ ആര് ഭരിക്കുന്നു അവരുടെ സപ്പോർട്ട് വേണം, അത്ര മാത്രം. ഇത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയായി താങ്കൾ വീണ്ടും മാറുകയാണ്. നേരത്തെ ഞാനൊരു ലെഗസിയുടെ ഭാഗമാവും, അത്രേ ഉള്ളൂ. കാരണം ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ പോയി. കാര്യം വെച്ചാൽ ആശയം എൻ്റെയാണ്, ഫൗണ്ടർ ഞാനാണ്. മൂകാംബി അമ്പലത്തിൽ വെച്ചാണ് എനിക്ക് തോട്ട് പ്രോസസ് വന്നത്. ഞാൻ മൂകാംബി ഡിവോട്ടിയാണ്. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി ഇപ്പം ഇത് എല്ലാവരുടെയും കൂടി ഒരു പ്രൊജക്റ്റായി മാറി. കഴിഞ്ഞ ദിവസം ഞാൻ അരുണേശ്വർ ഗുപ്തയോട് പറഞ്ഞു, സം കോസ്മിക് എനർജി ഈസ് വർക്കിംഗ് ടുവേർഡ് ദിസ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് റോങ്, ഓൾ കോമിക് എനർജീസ് ആർ വർക്കിംഗ് ഫേവറിങ് യു എന്ന് പറഞ്ഞു. അത് ഫാക്റ്റാണ് അദ്ദേഹം. അല്ലെങ്കിൽ ഇത്രയും വലിയ സീനിയേഴ്സ് നമുക്ക് കാണാൻ പോലും പറ്റാത്ത, ഇപ്പോൾ കോമൺവെൽത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ലൂയി ഫ്രാഞ്ചസ്കി, അങ്ങനെയുള്ള ലോകത്തിലെ പ്രമുഖരായ ആളുകളെ, ഇന്ത്യയിലെ പ്രമുഖരായ ആളുകളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ സംഭവം കണ്ടക്ടിങ് വേൾഡ് കപ്പ് ഇൻ സ്കൂൾസ്. അത്ര മാത്രമേ ഉള്ളൂ, അതിൽ വേറെ ഒന്നുമില്ല. ഗ്രാൻഡ് തോട്ടർ എന്ന് പറഞ്ഞ കമ്പനി ഇതിൻ്റെ വാല്യുവേഷൻ, പ്രസന്റ് വാല്യുവേഷൻ 5,500 crores ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ വേൾഡ് കപ്പ് കഴിഞ്ഞ് അവർ പറഞ്ഞിരിക്കുന്ന വാല്യുവേഷൻ 16,000 crores ആണ് എൻ്റെ വാല്യുവേഷനാണ്. അതുകൊണ്ടാണ് സാർ എന്നെ വിളിച്ചിട്ട് 16,000 കോടിയുടെ തട്ടിപ്പാണോ എന്ന് ചോദിച്ച് പലവരും എന്നെ വിളിച്ചിട്ടുണ്ട്. തട്ടിപ്പല്ല, അത് 16,000 കോടി എൻ്റെ ഒരു ആശയത്തിന് ഒരു വാല്യുവേഷൻ തന്നു. അതിൽ വാട്ട് ക്രൈം ഐ ഹാവ് ഡൺ? നത്തിങ്. അതായത് 5,000 രൂപ വെറും മുടക്ക് തുടങ്ങിയ താങ്കൾ ഇന്ന് 16,000 കോടിയുടെ സ്വപ്നങ്ങളിലേക്ക് ഉയർന്നിരിക്കുന്നു. മാത്രമല്ല താങ്കൾ ആപ്പിളുടെ ഉള്ള പ്രോപ്പർട്ടി ഇപ്പോഴും ബിസിനസ് മുന്നോട്ട് പോകാനാണോ തീരുമാനം? യെസ്, അത് വീണ്ടും ലോഞ്ച് ചെയ്യാനും വീണ്ടും ലോഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ റീലോഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഹർഡിൽസ് എല്ലാം തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ കയ്യിലുള്ള ലാൻഡ് ബാങ്കിൽ നമ്മൾ ഐസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് നമ്മൾ റീലോഞ്ച് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഇൻവെസ്റ്റേഴ്സോട് സംസാരിച്ചിട്ടുണ്ട്, അവർ എഗ്രി ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇന്ന് അതിൻ്റെ ലാൻഡ് വാല്യൂ ഓൾമോസ്റ്റ് 100 crore ആണ്. അപ്പോൾ അന്ന് ഒരു 19 crores ആയതിന് ബാധ്യതയുള്ളൂ. ഇനി ആ ഒരു പ്രൊജക്റ്റ് കൂടി എനിക്ക് സെറ്റിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ അത് റീലോഞ്ച് ചെയ്യണം. താല്പര്യമുള്ള കസ്റ്റമേഴ്സിനെ കണ്ടിന്യൂ, ഒരു ആഗ്രഹം അതാണ്. ബട്ട് എല്ലാം സബ്ജക്ട് ടു ദ കോർട്ട് അപ്രൂവൽ. കാരണം അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കുറേ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് ആപ്ലിക്കേഷൻസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി മെറിറ്റിൻ്റെ ബേസിൽ കോടതി വിൽ ഫേവർ അസ് എന്നാണ് നമുക്ക് തോന്നുന്നത്. അതായത് 1000 കേസുകൾ, 1000 പരാതികൾ, 155 കേസുകൾ, ഒരു യൗവനകാലം മുഴുവൻ താങ്കൾക്ക് നഷ്ടപ്പെട്ടു. എക്സ്പീരിയൻസും അത് അനുഭവം മാത്രമാണ് താങ്കൾക്ക് ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്നാണ് ഇപ്പോൾ താങ്കൾ വളരുന്നത്. ഈ സന്ദർഭത്തിൽ ഇത്തരം കേസുകളിൽ പെടുന്ന ധാരാളം നിരപരാധികളായ ആളുകളുണ്ട്, തട്ടിപ്പുകാരല്ലാത്ത സിൻസിയറായ ആളുകളുണ്ട്. അവരോടൊക്കെ അവർ പലപ്പോഴും ആത്മഹത്യ, ജനങ്ങളെ പേടിച്ചിട്ട്, അതായത് ഇനി അവരെന്ത് കരുതുമെന്ന് കരുതിയിട്ട് ആത്മഹത്യയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. കുടുംബം തകർന്ന്, എല്ലാം തകർന്ന് അങ്ങനെ നശിച്ച ആൾക്കാർ. അവരോടൊക്കെ ഉള്ള ഉപദേശം എന്താണ്? ഞാൻ ആക്ച്വലി കഴിഞ്ഞൊരു 10 വർഷം ഇപ്പോൾ ബിസിനസ് റിവൈവ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇൻകം ഇല്ല. അതായത് നമുക്ക് ഇൻകം ഉണ്ടെങ്കിലല്ലേ നമുക്ക് നമ്മുടെ ഡെയിലി
റൊട്ടീൻ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ RS വെഞ്ചർ എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങിയിട്ട് ഞാൻ കൺസൾട്ടൻസി ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ കമ്പനികൾക്ക് കൺസൾട്ട് ചെയ്യും. നമ്മുടെ മാർക്കറ്റിംഗ് എക്സ്പെർട്ടൈസും എങ്ങനെ കമ്പനി റിവൈവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ചെയ്തേക്കുന്നത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ RS വെഞ്ചറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഇതിലെനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ഇത് സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം ഇല്ല, അത് 100%. അതായത് നമുക്ക് ഡെത്ത്, ബർത്ത്, മാരേജ്, ഹൗസ്, ബർത്ത് പ്ലേസ്, ഈ 5 സാധനങ്ങളാണ് നമുക്ക് കൺട്രോൾ ഇല്ലാത്തതുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ കൺട്രോളിലാണ്. ഒരു ബിസിനസ് പൊട്ടിപ്പോയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മുടെ ആശയം കറക്റ്റാണ്, നമ്മുടെ മൈൻഡ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ തന്നെ കാശുണ്ടാവും. ഇറ്റ് ഈസ് നമ്മൾ എങ്ങനെ അതിനെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് സ്വന്തമായിട്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞ പോലെ ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ നമുക്ക് പോയി എടുക്കാൻ പറ്റും, കാര്യം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. പക്ഷേ നമ്മുടെ റിലേറ്റീവ് ആണെങ്കിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് നമ്മളൊരു പ്രൊഫഷണൽ കമ്പനിയെ കൊണ്ട് അനലൈസ് ചെയ്യിച്ചുകൊണ്ട് 90% സ്ഥാപനങ്ങളും റിവൈവ് ചെയ്യാവുന്നുള്ളൂ. മൈൻഡ് സെറ്റാണ്. അങ്ങനെയാണ് ഈ ടേക്ക് ഓവർ എന്ന് പറഞ്ഞ സാധനങ്ങൾ വരുന്നത്. എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ടേക്ക് ഓവർ ആൾക്കാർ ചെയ്യുന്നത് മേ ബി ഒരു സീഡ് ഫണ്ട് ഇട്ടിട്ട് അതേ പ്രോപ്പർട്ടി തന്നെ വെച്ചുകൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം അവൻ്റെ മൈൻഡ് സെറ്റ് ഫ്രീ ആണ്. കാരണം വെച്ചാൽ അവന് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നില്ല, അവന് കേസുകളില്ല, അവൻ്റെ മൈൻഡ് ഫ്രീ ആണ്. ഈ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. ഞാൻ ഈ പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സാജുവിനോട് ആദ്യം പറഞ്ഞു വെച്ചാൽ, സാജു, നമ്മൾ ആദ്യം തിങ്ക് ചെയ്യേണ്ടത്, നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല. 2 പിള്ളേർ ഒരു പ്രൊജക്റ്റ് തുടങ്ങി നന്നായിട്ട് പോവുമായിരുന്നു, അത് പൊട്ടിപ്പോയി. അവർക്ക് ക്യാപിറ്റൽ ഉണ്ടായിരുന്നില്ല, അസറ്റ് ഉണ്ടായിരുന്നില്ല, നോളജ് ഇല്ല. നമ്മൾ ക്യാപിറ്റലുണ്ട്, അസറ്റ് ഉണ്ട്, നോളജ് ഉണ്ട്. നമ്മൾ ആ പിള്ളേരെ റിവൈവ് ചെയ്യാൻ പോകും. 2 ഞങ്ങൾ തന്നെയാണ്. ആ 13 വർഷം മുമ്പുള്ള രാജീവും സാജും പിള്ളേരാണ്. ഇപ്പം നമ്മൾ ആ രീതിയിൽ നമ്മളിതിനെ അപ്രോച്ച് ചെയ്യാൽ സുഖമാണ്. കാരണം വെച്ചാൽ ഒരു തേർഡ് പാർട്ടി ആയിട്ടായിരിക്കണം നമ്മുടെ ഒരു തോട്ട് പ്രോസസ് വരേണ്ടത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ പേടിച്ചു പോയി, ഇത്രയും കേസ് ഉണ്ടല്ലോ. ഇപ്പോൾ സാറ് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഗ്രാവിറ്റി ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ നമ്മളതല്ല, എങ്ങനെ ആ അസറ്റ് വിറ്റ് ഫണ്ട് കൊണ്ടുവന്ന് അത് സെറ്റിൽ ചെയ്യാം. അവിടെ ആ സെറ്റിൽമെൻറ്റ് എമൗണ്ട് മാത്രമാണ്, നമ്പേഴ്സോ അല്ലെങ്കിൽ FIR അല്ലെങ്കിൽ ശിക്ഷിച്ച് ഞാൻ ജയിലിൽ കിടക്കുമോ അല്ലെങ്കിൽ ഫാമിലി എന്താവുമെന്നോ പിള്ളേർക്ക് അതിനെക്കുറിച്ചൊന്നും തിങ്ക് ചെയ്യുന്നില്ല. ഓൺലി കാൽക്കുലേറ്റേഴ്സാണ്. അതായത് 10 ലക്ഷം കൊടുക്കാനുണ്ട്, 20 ലക്ഷം പ്രോപ്പർട്ടി വാല്യൂ ഉണ്ട്, 15 ലക്ഷത്തിന് നമുക്ക് സെറ്റിൽ ചെയ്യാം. ആ ഒരു തോട്ട് പ്രോസസ്സിൽ നമ്മൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അതാണ് എല്ലാവർക്കുമുള്ള ഉപദേശം. ഉപദേശിക്കാൻ ഞാനായിട്ടില്ല. താങ്കളുടെ അനുഭവത്തിൽ ഉപദേശിക്കാൻ ഞാനായിട്ടില്ല. കാരണം വെച്ചാൽ പൂർത്തിയായില്ല എന്നുള്ളതുകൊണ്ടാണ്. യെസ് ഇനിയും കുറെ പോകാനുണ്ട്, മനസ്സിലായില്ലേ? പക്ഷേ എത്ര കാലം കൂടി ഉണ്ടാവും? ഞാൻ പറഞ്ഞ പോലെ മെറിറ്റ് ആൻഡ് പ്രഗ്നൻസി അത് ഒരു യൂണിവേഴ്സൽ തിയറിയാണ്. ഞാൻ നാളെ വിചാരിച്ചാലും നടക്കണം. അത് അതിനൊരു അവരും കൂടെ തയ്യാറായാൽ അല്ല, നമ്മുടെ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ടും കൂടി വേണം. അത് ആവണ സമയത്താവും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സാറിനോട്, 14 വർഷത്തിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് മീഡിയയിൽ വരുന്നത്. എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എല്ലാ ദിവസവും എന്തെങ്കിലും ഇവൻറ്റ്, ഞാനും സെലിബ്രിറ്റീസുമായിട്ടാണ് ഇവിടുത്തെ പല ചാനലുകളുടെ പല പ്രോഗ്രാമുകളും ഇനാഗുറേറ്റ് ചെയ്തേക്കുന്നത്. സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ടോപ്പ് 1 ആക്ടർ, ടോപ്പ് 2 ആക്ടറൊക്കെ ആയിട്ട് കുറേ പരിപാടികളിൽ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ എൻ്റെ പേരുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇപ്പോഴും എൻ്റെ പേര് ഉണ്ട്. ലിംക വേൾഡ് റെക്കോർഡിൽ എൻ്റെ പേരുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബെസ്റ്റ് മാർക്കറ്റിംഗ് പേഴ്സൺ എന്ന് പറയുന്നത് ഇന്ത്യയിലത്തെ ടോപ്പായിട്ടുള്ള ബിസിനസ്സുകാരുടെ ഒപ്പമാണ് ഞാൻ റിസീവ് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് നമ്മളൊരു ക്രാഷ് ലാൻഡ് വേണ്ടി 14 വർഷം വന്നിട്ടില്ല. പക്ഷേ എന്നെക്കുറിച്ച് മോശമായിട്ട് എഴുതാൻ വേണ്ടി ആരോ സാറിനെ വിളിച്ച് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞു ആ സ്റ്റുഡിയോ കയറി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെയല്ല, അതായത് എൻ്റെ അടുത്ത് ധാരാളം ആളുകൾ ഇൻഫർമേഷൻ പല കാര്യങ്ങളും തരാറുണ്ട്. എൻ്റെ രീതി എനിക്കറിയാം. കൺസേൺഡ് ആളെ വിളിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, എൻ്റെ അടുത്ത് വന്ന സംഭവത്തിൽ താങ്കൾ കൃത്യമായി എന്നോട് മറുപടി പറഞ്ഞു. അതേസമയത്ത് അടുത്ത കാലത്ത് അതിന്റെ പേര് നശിച്ച ഒരു കമ്പനി ഉണ്ട്, ഹൈറിച്ച്. അവർ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ എന്നോട് ചോദിക്കേണ്ട, അഡ്വക്കേറ്റിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയുകയും ഞാൻ അതിന്റെ ഒരു വാർത്ത പുറത്തുവിടുക, ആ സംഭാഷണം പുറത്തുവിടുകയും ചെയ്തതോടിയിട്ടാണ് ധാരാളം ആളുകൾ പരാതിയുമായി പോവുകയും ആ സ്ഥാപനം അയാളെ ജയിലിലാണ്. അതിലേക്ക് ഞാൻ സാറിനെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ സാറിനെ വന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പൊ വന്ന് കണ്ടു കഴിഞ്ഞിട്ട് 14 വർഷം ഞാൻ ചാനലിൽ പല ആൾക്കാരും യൂട്യൂബേഴ്സൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാനത് സാറിൻ്റെ അടുത്ത് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അതിനൊരു ടൈം ആയിട്ടുണ്ട്. ഇപ്പൊ സാറ് പറയാൻ കൂടി ചെയ്തു, ടൈം ആയി പറഞ്ഞില്ലേ? അല്ല, താങ്കൾ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഇത് പുറം ലോകം അറിയേണ്ട കാര്യമാണ്. കാരണം താങ്കളെ പറ്റി പുറം ലോകം അറിഞ്ഞത് കള്ളനും തട്ടിപ്പുകാരനുമായിട്ടാണ്. അത് അല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ട നിമിഷമാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്, താങ്കൾ ലോകത്തോട് പറയണം. അതിനുള്ള അവസരം നമുക്ക് ഇപ്പോഴത്തെ ആണ് അതിന്റെ അവസരം. കാരണം താങ്കൾ വലിയൊരു സംരംഭത്തിന് പോവുകയാണ്. അതിന് മുമ്പായിട്ട് ജനങ്ങൾ ഇന്നത്തെ എന്താണ് രാജീവ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിനുണ്ടായ അനുഭവം എന്താണ്,
അത് പുറം ലോകത്തിനും അതേപോലെ ഇതേപോലുള്ള ആളുകൾക്കും ഒരു അനുഭവമാണ്, മാതൃകയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും താങ്കൾ ഇന്നിപ്പം തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെയാണ് രാജീവിൻ്റെ ജീവിതകഥ. ഒരാൾക്കും ഉണ്ടാകാത്ത അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. സത്യസന്ധമായി ബിസിനസ് ചെയ്തു, ഉദ്ദേശശുദ്ധിയോട് ബിസിനസ് ചെയ്തു. പക്ഷെ ചില ബിസിനസ്സിലുണ്ടായ ചില താമസങ്ങൾ ആണ് അദ്ദേഹത്തെ തകർത്തത്. അത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പറ്റം ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിച്ചു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ചെറിയ തിരിച്ചുവരവല്ല, ഫിനിക്സ് പക്ഷിയെ പോലെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹം വന്നിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും കൊടുക്കാം. നന്ദി, നമസ്കാരം.